അതിസുന്ദരമന്ദഹാസം പാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം, ശ്രീ ഗുരുവായൂരപ്പ ശരണം, ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. നമ്മളിനി അടുത്ത ഖണ്ഡത്തിലേക്കാണ് നമ്മൾ എത്തുന്നത്. അപ്പോ വൃന്ദാവനം എന്ന് പറയുന്ന പുതിയ തലത്തിലെ ഒന്നാമത്തെ തലത്തിൽ നിന്നും രണ്ടാമത്തെ തലങ്ങളിലേക്ക് പോവുകയാണ് അവിടെ. രണ്ടാമത്തെ തലത്തിലേക്ക് പോകുമ്പോൾ ഏറ്റവും വലിയ ഒരു സവിശേഷത, ഓരോ ഭാഗങ്ങൾ നമ്മൾ കയറി പോകുമ്പോൾ പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭോ എന്ന് പറയുന്നത് പോലെ ഓരോ സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ ഓരോ തലങ്ങൾ നമ്മൾ കയറി ഉള്ളിലേക്ക് നമ്മൾ എത്തപ്പെടുകയാണ്. ശ്രീമദ് ഭാഗവതത്തെ പറ്റി പറഞ്ഞാൽ ശ്രീമദ് ഭാഗവതത്തിലെ 12 സ്കന്ധങ്ങളാണ് അല്ലെ. 12 സ്കന്ധങ്ങളിലൂടെ യാത്ര പുറപ്പെടുന്ന ഓരോ സമയങ്ങളിൽ 10ാമത്തെ സ്കന്ധമാകുമ്പോഴേക്കുമാണ് നമ്മൾ യഥാർത്ഥത്തില് ഹൃദയത്തിലേക്ക് എത്തുന്നത്. ആ ഹൃദയത്തിൽ നിന്നും മുഖമാകുന്ന 11 സഹസ്രാരപത്മമാകുന്ന 12ാമത്തെ സ്കന്ധവും കൂടി പൂർണ്ണതയിലേക്ക് എത്തുമ്പോഴേക്കുമാണ് നമ്മൾ പരിപൂർണമായിട്ടും നമുക്ക് ദൈവീകമായിരിക്കുന്ന അനുഗ്രഹ ബലത്തെ നമുക്ക് ഉണ്ടാകുന്നത് എന്നതുപോലെയാണ് ഇവിടെ ആ ഒരു തലത്തിലല്ല ശ്രീമദ് ഭാഗവതമാകുന്ന ഗർഗസംഹിത സങ്കല്പത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത്. മനോതലത്തിൽ നിന്നും ആനന്ദതലത്തിലേക്ക് അഥവാ പുണ്യതലത്തിൽ നിന്നും ആനന്ദമായിരിക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വിശേഷമായിരിക്കുന്ന ആനന്ദത്തെയും എത്തിക്കുക എന്നുള്ളതാണ് അതിപ്രധാനമായിട്ടുള്ള ഒരു സങ്കല്പം. അതിനാണ് ഒന്നാമത്തെ സങ്കല്പ തലത്തിൽ നിന്ന് ഗോലോകത്തിൽ നിന്നും ആ ഗോകുലത്തിൽ നിന്നും അടുത്തൊരു തലം എന്ന് പറയുന്നത് വൃന്ദാവനം. അപ്പൊ ആ വൃന്ദാവന തലത്തിലേക്ക് നമ്മൾ ചെന്നെത്തുകയാണ്. അതായത് ഒന്നാമത്തെ ഭാവത്തിൽ നിന്നും രണ്ടാം ഭാവത്തിലേക്ക് നമ്മൾ മാറപ്പെടുമ്പോൾ നമ്മളുടെ ശാരീരികവും മാനസികവുമായിരിക്കുന്ന അർത്ഥതലങ്ങളെയാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുക. അപ്പൊ അതിന് ആ വൃന്ദാവന ഖണ്ഡം പറഞ്ഞു തുടങ്ങുന്നത് തന്നെ വൃന്ദാവനത്തിലേക്ക് പോകുന്ന യാത്രയുടെ കാര്യകാരണങ്ങളെ പറ്റിയാണ്. അപ്പൊ അതിലൊരു സവിശേഷത എന്ന് പറയുന്നത് പലപ്പോഴും നമ്മളുടെ ജീവിതത്തിലാണെങ്കിൽ പോലും ഉണ്ടാകുന്ന ചില വ്യത്യാസങ്ങൾ, അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ നമുക്ക് നമ്മുടെ വീടുകളിൽ ഉണ്ടാകും, വ്യക്തികളിൽ ഉണ്ടാകും, വീടുകളിൽ ഉണ്ടാകും, സമൂഹത്തിലുണ്ടാകും, ഒപ്പം നാടിലുണ്ടാകും, ഒക്കെ പല വിധത്തിലുള്ള വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യത്യാസ സമൂഹത്തെ പറ്റിയാണ് പറയുന്നത്. അതായത് നന്ദഗോപുരം ഒരിക്കല് നിൽക്കുമ്പോൾ ഓരോരുത്തരും വന്ന് പല പരാതികൾ പറയുന്നു. ആ പരാതികൾ എന്ന് പറയുന്നത് ആ ഗോകുലത്തിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി. അവിടെ പല വിധത്തിലുള്ള അത്യാഹിതങ്ങളൊക്കെ സംഭവിക്കും. ഓരോ ദിവസവും ഏതെങ്കിലും വിധത്തിലുള്ള അത്യാഹിതങ്ങൾ സംഭവിക്കും. അപ്പൊ പല വിധത്തിലുള്ള അത്യാഹിതങ്ങളൊക്കെ സംഭവിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളും ചിന്തിക്കും, എന്താണ് ഇപ്പൊ നമ്മുടെ വീട്ടിലാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ദിവസവും എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ചിന്തിക്കും, എന്താണ് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നതിന്റെ കാരണം. അപ്പൊ ഏത് കാര്യങ്ങൾ ചിന്തിച്ചാലും അറിയാം, ഒരു കാര്യം ഉണ്ടാകാൻ അതിനൊരു കാരണം ഉണ്ടാകണം. കാര്യവിചാരാത്ത കാരണാഭാവം. ഒരു കാര്യം ഉണ്ടാകാൻ ഒരു കാരണം ഉണ്ടാകണം. എന്തിനും ഒരു കാരണം ഉണ്ടാകും. അപ്പൊ എന്താണ് അതിന്റെ യഥാർത്ഥമായിരിക്കുന്ന കാരണം എന്നുള്ളതാണ് ഇവിടുത്തെ അന്വേഷണ വിഷയം എന്ന് പറയും. അപ്പൊ നന്ദഗോപുര് എല്ലാവരും കൂടി ആലോചിച്ചു. അപ്പൊ എല്ലാവരെയും വിളിച്ചു. നമ്മൾ പറഞ്ഞു 9 നന്ദന്മാരുണ്ട്, 9 ഉപനന്ദന്മാരുണ്ട്, 6 വൃഷഭാനുമാരുണ്ട്. ഇവരൊക്കെയാണ് അവരുടെ കമ്മിറ്റി. ആ കമ്മിറ്റിയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് അവിടെ വിഷയങ്ങൾ അവതരിപ്പിച്ചു. നമുക്ക് നമ്മുടെ പല വിധത്തിലുള്ള
അത്യാഹിതങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെ ഇടയിൽ ഉണ്ടാകുന്നു. ഓരോ ദിവസവും ശാരീരികവും മാനസികവുമായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. അതിന് എന്താണ് ഒരു പരിഹാരം? അപ്പൊ ആ കൂട്ടത്തിൽ മുതിർന്നവരായിരിക്കുന്നവരോട്, ഇപ്പൊ മുതിർന്ന ആളായിട്ടുള്ള ആ ഗോകുലത്തിലെ ഏറ്റവും പ്രായമുള്ള ആളാണ് സനന്ദൻ എന്നു പേരുള്ള ആൾ. സനന്ദൻ എന്നു പേരുള്ള ഒരാളാണ്. അദ്ദേഹം ഏറ്റവും പ്രായമുള്ള ആൾ. അപ്പൊ ആ പ്രായമുള്ള ആളിന് അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്ന് പറയുന്നത്, അദ്ദേഹം എന്ത് ചെയ്തു, തന്റെ അടുക്കലേക്ക് ഭഗവാൻ കൃഷ്ണനെയും ബലഭദ്രസ്വാമിയും തന്റെ മടിയിലേക്ക് ഇരുത്തിയിട്ട് പറഞ്ഞു, ഇവിടെ പല വിധത്തിലുള്ള അത്യാഹിതങ്ങൾ സംഭവിക്കുന്നതൊന്നും നിസ്സാരങ്ങളല്ല. പിന്നെ ആദ്യം ഉണ്ടായ ഒരു വലിയ അത്യാഹിതം എന്ന് പറയുന്നത് അതിഭീകര സ്വരൂപിണിയായിരുന്ന 14 മൈലുകളോളം ഉയരമുണ്ടായിരുന്ന പൂതന എന്ന ദുഷ്ടയായിരിക്കുന്ന ഒരു ആസുരിക സ്വഭാവമുള്ള സ്ത്രീ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ആ സ്ത്രീ മരിച്ചു. അതിനുശേഷം പല വിധത്തിലുള്ള അസുരന്മാര് ഇവിടെ വന്നു. തൃണാവർത്തനും അങ്ങനെ തുടങ്ങി അനവധി ആൾക്കാരൊക്കെ ഇവിടെ വന്ന് ഒരുപാട് ശകടാസുരനും തൃണാവർത്തനും പൂതനയും തുടങ്ങിയ അനവധി ആസുരികതയുള്ളവർ ഇവിടെ വരുന്നു. എന്തിനാണ് ഇവിടെ ഈ ആസുരികതയുള്ളവർ വരുന്നത്? അവർ മരിച്ചു പോകുന്നു, അത് പോട്ടെ. പക്ഷേ അസുരന്മാരായിരിക്കുന്നവർ ഇവിടെ വരുന്നു എങ്കിൽ അതിന്റെ അർത്ഥം ഇവിടെ ദൈവീകമായിരിക്കുന്ന കുറവുകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, നമുക്ക് ദേഷ്യം വന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും, അത് സംഭവമൊക്കെ ശരിയാണ്. പക്ഷെ എന്തുകൊണ്ടാണ് നമുക്ക് ദേഷ്യം വരുന്നത്? അവിടെയാണ് അതിന്റെ കാരണം. ആ കാരണമാണ് നമ്മൾ എപ്പോഴും കൃത്യമാക്കേണ്ടത്. ആ കാരണത്തെ നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ദേഷ്യം വരികയില്ല. ദേഷ്യം ഉണ്ടാകുന്ന തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും നമുക്ക് ഉണ്ടാവുകയുമില്ല. അപ്പൊ എന്താണ് ഇതിനുള്ള കാരണമെന്ന് ഇങ്ങനെ അന്വേഷിക്കും. അതിനെന്ത് ചെയ്യണം? അപ്പോ പറഞ്ഞു, ഭഗവാൻ കൃഷ്ണന്റെ സാന്നിധ്യം, അതായത് ഉത്തമമായിരിക്കുന്ന സന്താനങ്ങളുടെ സാന്നിധ്യം, നല്ല കാര്യങ്ങൾ എപ്പോഴും ചെയ്യുമ്പോഴും നല്ല കാര്യങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ അവിടെ എന്തുണ്ടാവും? എപ്പോഴും അവിടെ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. ഒരു നല്ല കാര്യം നമ്മൾ ചെയ്യാനായി തുടങ്ങുമ്പോൾ അവിടെ എന്തുണ്ടാവും? തടസ്സങ്ങൾ ഉണ്ടാകും. തടസ്സങ്ങൾ ഉണ്ടാക്കുന്നത് എത്ര പേരാണ്? നമ്മൾ പറഞ്ഞു എന്നാലും എത്ര പേരാണ് തടസ്സം ഉണ്ടാക്കുന്നത്? 7 പേരാണ്. പ്രശ്നവാദി, ഗുരു, മൗനി, കിമേക, സ്തംഭമൂലരെ, പ്രേക്ഷകോ, ബാണഹ, സപ്തയിലെ സജീവാത്മം. ഈ 7 പേരാണ് എപ്പോഴും പ്രശ്നമുണ്ടാകും. അപ്പൊ ഏതെല്ലാം വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാലും അവയിൽ നിന്ന് മുക്തി ഉണ്ടാകുന്നതിന് ഒരു പരിഹാരം എപ്പോഴും ആവശ്യമാണ്. അപ്പൊ ആ പരിഹാരത്തിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന സനന്ദൻ എന്ന പേരുള്ള ഏറ്റവും മുതിർന്ന ആള് പറഞ്ഞു, എന്റെ അഭിപ്രായം ഒന്നേ ഉള്ളൂ. എന്താണ്? നമുക്ക് ഇവരെ എല്ലാവരെയും കൂട്ടി ഇവിടെ നിന്നും ഇങ്ങോട്ടെങ്കിലും പോകാം. അത് ഈ സ്ഥലത്തിന്റെ പ്രശ്നമായിരിക്കാം. നമ്മൾ ഇനിയും ഇവിടെ നിൽക്കും തോറും ഇവിടെയും പല പ്രശ്നങ്ങൾ ഇനിയും കൂടുതൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഒരു വീട്ടിലെ പ്രശ്നമാണെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് മാറ്റാം. മറിച്ച് ഇതൊരു സമൂഹത്തിന്റെ പ്രശ്നമായതുകൊണ്ട് ഇവിടെ നിന്ന് നമ്മൾ മാറി നിൽക്കുകയെ ഒരു മാർഗമുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ എല്ലാവർക്കും ഈ ഒരു അഭിപ്രായം ഇങ്ങനെ തോന്നി. എന്നിട്ട് പറഞ്ഞതോ, അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, നമുക്ക് എല്ലാവർക്കും കൂടി ഇവിടെ നിന്നും ഈ ഗോകുലത്തിൽ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകാം. ഇപ്പൊ പോകുമ്പോൾ പ്രധാനം എന്നുള്ളത് ഒരു കാര്യമുള്ളത്, നമ്മളുടെ പ്രധാന ജീവിതം എന്ന് പറയുന്നത് പശുക്കളാണ്. ഗോക്കളെ വളർത്തുന്നതിനും ഗോപരിപാലനത്തിനും യോഗ്യമായിരിക്കുന്ന സ്ഥലമേ നമ്മൾ താമസിക്കാൻ പറ്റും. അപ്പൊ അതനുസരിച്ച് വെള്ളത്തിന്റെ ലഭ്യതയെ നമുക്ക് നോക്കണം. അതോടൊപ്പം തന്നെ പുല്ലുകളൊക്കെ ഒരുപാടുള്ളടമായിരിക്കണം. പശുക്കൾക്ക് സ്വാതന്ത്ര്യത്തോടു കൂടി അങ്ങോട്ട് പോകണം. കുട്ടികൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകണം. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകണം. അങ്ങനെ എല്ലാവരുടെയും സുരക്ഷിതത്വമാണ് അതിൽ പ്രധാനം. സംരക്ഷണത്തെക്കാളുപരി സുരക്ഷിതത്വമാണ് പ്രധാനം. നമുക്കത് മനസ്സിലായിട്ടാണ്. സംരക്ഷണത്തെക്കാൾ സുരക്ഷിതത്വമാണ് പ്രധാനം. ഏതൊരു കാര്യത്തിലും അത് പ്രധാനമാണ്. നമുക്കതെല്ലാം സംരക്ഷിക്കുകയൊക്കെ ചെയ്യാം, നമുക്ക് അതെല്ലാം പിന്നീടാണ്. പക്ഷെ സുരക്ഷിതത്വം ഉണ്ടായെങ്കിൽ ധൈര്യമായി നമുക്കത് ധരിക്കാം. എവിടെയാണെങ്കിലും അവിടെ സുരക്ഷിതത്വം ഉള്ളടമാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് അവിടേക്ക് കയറാം. അവിടെ കയറിയിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ട് നമ്മൾ കൈകാലമൊക്കെ മുറിഞ്ഞു കഴിഞ്ഞിട്ട് ആശുപത്രി കൊണ്ടുപോയി മരുന്ന് വെക്കാമെന്ന് പറയുന്നത് കൊണ്ട് കാര്യമാകുന്നില്ല. പക്ഷെ മുറിവുകൾ ഉണ്ടാകാതിരിക്കണം. അതാണ് സുരക്ഷിതത്വം.
മുറിവ് ഉണ്ടായി കഴിഞ്ഞിട്ട് നമുക്ക് ആശുപത്രി കൊണ്ടുപോയി കഴിഞ്ഞിട്ട് കാര്യമില്ല, അത് സംരക്ഷണമാണ്, അതുകൊണ്ട് കാര്യമാകും. ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് നമുക്ക് അടുത്ത ഒരു തലത്തിലേക്ക് പോകാം. അപ്പൊ ചോദിച്ചു അത് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ പറയുന്നുണ്ട്, അപ്പുറത്ത് മാറിയിട്ട് അല്പം ദൂരെ മാറിയിട്ട്, അതായത് പോകുന്ന ബഹിർഷം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും വടക്ക് കിഴക്ക് യദുപുരത്തിൽ നിന്നും തെക്ക് ഷോണപുരത്തിൽ നിന്നും പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു ഭൂപ്രദേശമാണ് മധുരാമണ്ഡലം എന്ന് പറയുന്നത്. മധുരാമണ്ഡലത്തിനകത്ത് 20-ലധികം യോജന, അതായത് 160ഓളം മൈൽ നീളത്തിലും 160 മൈൽ വീതിയിലും സ്ഥിതി ചെയ്യുന്ന ഭൂഭാഗത്തെ മഹർഷികൾ ദിവ്യമയൂരാമണ്ഡലം അഥവാ വ്രജം എന്ന് പറയുന്നു. നമുക്ക് അവിടേക്ക് പോകാം എന്ന് പറയും. അപ്പൊ നമ്മളിപ്പോ ഇവിടെ ഈ സ്ഥലമൊക്കെ ഇന്നും ഉള്ളതാണ്. നിങ്ങൾ മധുരയിലൊക്കെ പോയിട്ടുണ്ടോ? മധുരയിലൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്കത് ആ അവസ്ഥയൊക്കെ മനസ്സിലാവും. പക്ഷെ ഇപ്പോഴത്തേക്കും ആ മധുര തലമല്ല. പലപ്പോഴും നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നത് പോലെ ഇപ്പോഴും നമുക്ക് പലപ്പോഴും സംശയങ്ങൾ നമ്മുടെ മനസ്സിൽ ദുർവാസാവിന് തോന്നിയതുപോലെ നമുക്ക് സംശയങ്ങൾ ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കും, ഇല്ലേ? കാലം എത്ര കഴിഞ്ഞാലും ഇതങ്ങനെയാണെന്ന് നമുക്ക് ബോധ്യമായാലും അല്പം കഴിഞ്ഞു കഴിയുമ്പോൾ വീണ്ടും നമുക്ക് സംശയങ്ങൾ തോന്നിക്കൊണ്ടേയിരിക്കും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു? നമുക്കിപ്പോഴും ഇന്ന സ്ഥലത്തേക്ക് പോകാം. ഇവിടെയാണ് 160 മൈൽ നീളവും 160 മൈൽ വീതിയുമുള്ള ദിവ്യമയൂരമണ്ഡലം അഥവാ വ്രജം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമുക്ക് പോകാം. എന്നിട്ട് പറയുന്നുണ്ട്, സനന്ദൻ പറഞ്ഞു കൊടുക്കുകയാണ്, അവിടെ എന്താണ്, മധുരാപുരിയിലെ വസുദേവ ഗൃഹത്തിൽ തങ്ങിയ സമയത്ത് ഈ ദിവ്യമയൂരമണ്ഡലത്തിന്റെ തീർത്ഥരാജാവായിരിക്കുന്ന പ്രയാഗ് പൂജിച്ചതായി ഗർഗാചാര്യൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. മധുരാമണ്ഡലത്തിൽ ധാരാളം വനങ്ങൾ ഉണ്ടെങ്കിലും വൃന്ദാവനമാണ് ഭഗവാൻ വളരെ ഇഷ്ടപ്പെട്ട സ്ഥലമായിട്ട് നമുക്ക് കാണാൻ സാധിക്കപ്പെടുക. അതുകൊണ്ട് അവിടെ ഗോവർദ്ധനം എന്ന് പറയുന്ന ഒരു വലിയ പർവ്വതമുണ്ട്. ആ പർവ്വതം വളരെയധികം ശ്രേഷ്ഠമാണ്. അവിടെ അനവധി ഉദ്യാനങ്ങളുണ്ട്. നമ്മുടെ കുട്ടികൾക്കൊക്കെ അവിടെ കൂടി കളിക്കുവാൻ ഒരുപാട് സ്ഥലമുണ്ട്. അവിടെയാണ് കാളന്തി തീരത്ത് മംഗളാധാമമായിരിക്കുന്ന പുളിനങ്ങൾ ഉള്ളത്. എവിടെയാണ് ബർസാന എന്ന പർവ്വതം സ്ഥിതി ചെയ്യുന്നത്, എവിടെയാണോ നന്ദീശ്വരൻ വിരിശോഭിക്കുന്നത്, ഏത് വനമാണോ 24 കോശം അല്ലെങ്കിൽ 24 തലം വിസ്തൃതമായിരിക്കുന്ന കാനനങ്ങളാൽ ആവൃതമായിരിക്കുന്നത്, മൃഗങ്ങൾക്ക് ഗുണകരവും ആരോഗ്യകരവുമായിരിക്കുന്ന ആഹാരം കിട്ടുന്ന വനങ്ങൾ ഏതാണോ അവിടെ ആ സ്ഥലത്തിന് പറയുന്ന പേരെന്താണ്? വൃന്ദാവനം എന്ന് പറയും. അപ്പൊ അതുകൊണ്ട് എന്ത് വേണം? നമുക്ക് എല്ലാവർക്കും കൂടി ഇങ്ങോട്ട് പോകാം, വൃന്ദാവനത്തിലേക്ക് പോകാം. ഈ വൃന്ദാവനം എവിടെയാണെന്ന് അറിയാമോ? ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ മനസ്സ് വൃന്ദാവനമാണോ? നമ്മുടെ എന്താ ചിരിച്ചേ? അപ്പൊ നമ്മുടെ മനസ്സ് വൃന്ദാവനമായി മാറണം. വൃന്ദാവനമാകില്ലായിരിക്കും, പക്ഷെ വൃന്ദാവനത്തെ നമ്മുടെ മനസ്സിലേക്ക് വൃന്ദാവനത്തെ കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. എപ്പോഴും നമ്മുടെ മനസ്സിലേക്കൊന്ന് നോക്കിയാൽ ആ മനസ്സിൽ സന്തോഷകരമായിരിക്കുന്ന സ്വസ്ഥമായിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ അത് വൃന്ദാവനമാണെന്നാണ്. പലപ്പോഴും അങ്ങനെ ഉണ്ടാകാതിരിക്കുന്നത് പല ചോദ്യങ്ങൾക്കും നമ്മൾ ഉത്തരം പറയാത്തതുകൊണ്ട്. പല ചോദ്യങ്ങൾക്കും നമ്മൾ ഉത്തരം പറയും. ആരോടാണെന്നറിയാം ഉത്തരം പറയാത്ത? നമ്മുടെ മനസ്സിന്. നമ്മുടെ മനസ്സിൽ ചില ചോദ്യങ്ങളൊക്കെ ഉണ്ടാകാം. ആ ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ചോദ്യങ്ങൾക്കുള്ള കൃത്യമായ ഉത്തരം നമ്മൾ പലപ്പോഴും കൊടുക്കില്ല. നമ്മൾ പലപ്പോഴും അതൊക്കെ മാറ്റി വെക്കും. ആ ചോദ്യം നമ്മുടെ മനസ്സിൽ നിന്ന് പോകില്ല, മനസ്സിൽ തന്നെ ഇങ്ങനെ അങ്ങോട്ട് നിൽക്കും. ഇടയ്ക്കിടയ്ക്ക് ആ ചോദ്യം എന്നാലും ഞാൻ ആലോചിച്ചത് പിന്നെ വേണ്ട പോട്ടം വിചാരിച്ചു. ചില കാര്യങ്ങൾ അങ്ങനെയാണ്. തീരുമാനങ്ങൾ ഉണ്ടാകാതെ അല്ലെങ്കിൽ തീരുമാനത്തിൽ എത്താതിരിക്കുന്ന പലതും നമ്മുടെ മനസ്സിന് ബാധ്യതകളാണ് എന്നുള്ളതാണ്. അപ്പൊ ഈ ബാധ്യതകളാണ് നമ്മളെ പലപ്പോഴും പല കുറവുകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിട്ട് നമ്മൾ പറയത്തില്ല. ചിലപ്പോൾ എന്താണെന്ന് അറിയത്തില്ല, ഇന്ന് എനിക്കൊരു ഒരു മനസ്സിനൊരു സുഖമില്ല എന്ന് പറയും. എന്തുകൊണ്ടാണ്? നമ്മളുടെ മനസ്സിന് ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ തികട്ടി ഇങ്ങനെ വരും. ചിലപ്പോൾ അറിയാതെയെങ്കിലും നമ്മളെ അത് ബാധിക്കപ്പെടും. നമ്മുടെ ജീവിതത്തിൽ
എപ്പോഴും ഉണ്ടാകും. നമ്മളെല്ലാവരും മാറ്റി വെച്ചിരിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഉത്തരം നമുക്കറിയാം, പക്ഷെ എങ്കിലും നമുക്ക് ആ ചോദ്യവും ചോദ്യത്തിന്റെ ഉത്തരവും കൂടി നമ്മൾ യോജിപ്പിക്കുന്നില്ല. പല ഉത്തരങ്ങളും നമുക്ക് യോജിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും? നമ്മൾ പറയൂ എന്നാലും സാരമില്ല, അല്ലെ നമുക്കത് ചിലപ്പോൾ ചില ഉത്തരങ്ങളെ നമുക്ക് പരിപൂർണമായി ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധ്യമാവില്ല. അപ്പൊ അതുകൊണ്ട് മനസ്സെപ്പോഴും എന്തുണ്ടാകണം? ശാന്തമായിരിക്കണം. ശാന്തത നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യണം? എപ്പോഴും നമ്മൾ മനസ്സെന്ത് ഭാരമാണോ എടുക്കുന്നത് ആ ഭാരത്തെ നമ്മൾ എടുത്ത് താത്തു. നമുക്ക് പലപ്പോഴും പറ്റുമോ? നമ്മളിങ്ങനെ ഭാരം എടുത്തോണ്ടിരിക്കുന്നതല്ലാതെ ഇതൊന്നും താത്തു വെക്കാൻ പറ്റും. താത്തു വെക്കാൻ നമ്മളെ കൊണ്ടേ സാധിക്കുമോ? മറ്റൊരാൾക്ക് നമ്മളെ അക്കാര്യത്തിൽ സഹായിക്കാൻ പറ്റത്തില്ല. ഒരാൾക്കും, ഒരു ഈശ്വരന് പോലും നമ്മളെ അതിനെ താത്തു വെക്കാൻ നമ്മളെ സഹായിക്കാൻ പറ്റത്തില്ല. ആ ഭാരം നമ്മൾ തന്നെ താത്താക്കും. ചിലപ്പോ അതിന് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഒരു പക്ഷെ ഉണ്ടായേക്കാം. ആ ഭാരം താത്തിറക്കുമ്പോൾ ചില നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. ആ നഷ്ടങ്ങൾ നമ്മൾ സഹിക്കുകയേ പറ്റുള്ളൂ. ആ നഷ്ടം സഹിക്കും എന്ന ഒരു തീരുമാനമുള്ളിടത്തോളം കാലം നമുക്ക് അതൊരു ബുദ്ധിമുട്ടല്ല. കാരണം ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ നേടിയെടുത്തത് എന്റെ കഴിവ് കൊണ്ടാണ്. ഞാൻ നന്നായി കഷ്ടപ്പെട്ടത് കൊണ്ടാണ് എനിക്ക് ഇതൊക്കെ നേടിയെടുക്കാൻ സാധിച്ചത്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന് ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടായേക്കാം. ആ നഷ്ടങ്ങൾ പോകട്ടെ, പക്ഷെ എനിക്ക് എന്റെ ജീവിതത്തിൽ എനിക്ക് വിജയിക്കണം. എന്റെ ജീവിതത്തിൽ എനിക്ക് വിജയിക്കുവാൻ ആവശ്യമായിരിക്കുന്നതിന് അവിടെ ചില തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടായെങ്കിൽ അവയെ തള്ളിക്കളയേണ്ടതിനെ തള്ളിക്കളയുകയും മാറ്റിക്കളയേണ്ടതിനെ മാറ്റിക്കളയുകയും കൊണ്ടുപോയി കളയേണ്ടതിനെ കൊണ്ടുപോയി കളയുകയും ഒക്കെ നമുക്ക് ചെയ്തേ പറ്റും. കാരണം എന്താണ്? ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് വിജയിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയിക്കുന്നത്, നമ്മളെ ആരാണ് വിജയിപ്പിക്കുന്നത്? നമ്മുടെ മനസ്സ്. നമ്മുടെ ആ മനസ്സെന്ന് പറയുന്ന അവസ്ഥയെ യാതൊരു വിധമായിരിക്കുന്ന ഭാരങ്ങളും നമ്മുടെ മനസ്സിൽ നമ്മൾ കൊണ്ടുവരും. ഓരോ ദിവസം കഴിയുന്നതോറും നമ്മളുടെ മനസ്സിന്റെ ഭാരം കൂടി വരികയാണ് നമുക്ക് ഉണ്ടാകുന്നത്. മുഖം എന്ന് പറയുന്നത് മനസ്സിന്റെ കണ്ണാടിയാണ്. നമ്മൾ ചിലരെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇന്ന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടോ. ഇല്ല, നമ്മൾ ചോദിക്കത്തില്ലേ ഇന്ന് എന്തുവാ വീട്ടിൽ പ്രശ്നമായിട്ടാണോ വന്നതെന്നൊക്കെ ചോദിക്കുന്നതൊക്കെ എന്താണ്? നമുക്ക് ആ മുഖത്തറിയാം അവരുടെ മനസ്സിൽ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉള്ളതാണ്. അതിന് ഏറ്റവും നല്ലൊരു മാർഗമാണ് നമ്മൾ പറയുന്ന പ്രാണായാമം എന്ന് പറയുന്ന ഒരു അവസ്ഥ. അതിൽ യോഗയൊക്കെ അതിൻ്റെ ഒരു വലിയ ഭാഗമാണ്. നമുക്കുള്ള ഏറ്റവും വലിയൊരു പ്രയാസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു കുറവെന്ന് പറയുന്നത്, നമ്മൾ പലപ്പോഴും സത്യസന്ധമായി സംസാരിക്കാറുണ്ട്. നമ്മളെല്ലാവരും ഒരു മൂടുപടം വെച്ചുകൊണ്ട് സംസാരിക്കുന്നത് ഇല്ലേ? ലോകത്ത് 3 വിധമാണ് മനുഷ്യൻ. ഒന്ന് യഥാർത്ഥത്തിലുള്ള ഞാൻ ആരാണ്, എനിക്കൊരു യഥാർത്ഥം, എന്റെ ഒരു അടിസ്ഥാന സ്വഭാവം, എന്റെ അടിസ്ഥാന സ്വഭാവമാണ് ഒന്ന്. 2, മറ്റുള്ളവർ എന്നെ പറ്റി പറയുന്ന എന്റെ ഒരു സ്വഭാവം. 3, ഞാൻ എന്നെ പറ്റി പറയുന്ന ഒരു സ്വഭാവം. മനസ്സിലായ 3 വിഷയം? നമ്മളെ പറ്റി ചിന്തിച്ചു നോക്കണം. അതുകൊണ്ടാണ് ഞാൻ എന്നെ പറ്റി പറഞ്ഞത്. അതുപോലെ നമ്മളെ പറ്റി ചിന്തിച്ചു നോക്കണം. എനിക്കറിയാം ഞാൻ ആരാണ്, അല്ലേ? എനിക്ക് മാത്രമേ ലോകത്ത് എന്നെ അറിയുള്ളൂ. എന്റെ അമ്മയ്ക്ക് ശരിക്കും എന്നെ അറിയില്ല, എന്റെ അച്ഛൻ എന്നെ ശരിക്കും അറിയില്ല, എന്റെ ഭാര്യക്കറിയില്ല, എന്റെ മക്കൾക്കറിയില്ല, എന്റെ സഹോദരങ്ങൾക്കറിയില്ല. ഞാൻ യഥാർത്ഥത്തിൽ എന്താണെന്നുള്ളത് ആർക്കെ അറിയത്തുള്ളൂ? നമുക്ക് മാത്രമേ നമ്മളെ അറിയൂ. പക്ഷേ ഇവിടെ എല്ലാം നമ്മൾ പലതും ഒളിപ്പിച്ച് പലതും മറച്ച് നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സൗന്ദര്യത്തിൽ നമ്മളെ അവതരിപ്പിക്കണം, ഇല്ലേ? നമ്മളുടെ സ്വഭാവം എത്രത്തോളം ഭംഗിയുള്ളതും സന്തോഷമുള്ളതും ആനന്ദകരവുമാണ് എന്ന് സമൂഹത്തിനെ ബോധ്യപ്പെടുത്തിക്കുന്ന ഒരു സന്ദർഭമാണ്. ഞാൻ ഇങ്ങനെയൊക്കെയാണ് എന്ന് ഞാൻ സ്വയം പറയാം. പക്ഷെ എനിക്കറിയാം ഞാൻ അങ്ങനെ അല്ലെന്നറിയാം. അതിൽ നിന്നും യാതൊരു ബന്ധവും കാണത്തില്ല. പക്ഷെ എന്ത് ചെയ്യും? നമ്മൾ പറയും. ഞാൻ ഇതൊക്കെ പറയുമ്പോഴും എന്ത് ചെയ്യും? ഹരിച്ചേട്ട പറയും, ചുമ്മാ ഇതൊന്നും അല്ല, നീ കാണുന്നൊന്നും അല്ല സംഭവം, എനിക്ക് നന്നായിട്ട് അറിയാവുന്നതെന്ന് പറയും.
ഹരിച്ചനെ പറഞ്ഞു, എനിക്ക് ഹരിച്ചനെ പറയാൻ അത്ര സ്വാതന്ത്ര്യം. അപ്പൊ അങ്ങനെ ഈ നമ്മൾ അങ്ങനെയാണ് 3 വിധം. ഒരു മനുഷ്യൻ ഈ 3 വിധമാണ്. ഈ 3ഉം ഒരുപോലെ എപ്പോഴാണ് നമ്മൾ വരുന്നത്, അപ്പോഴാണ് നമ്മൾ പരിപൂർണമാകുന്നത്. അപ്പൊ നമ്മൾ പറയും, ഓ അതൊന്നും നടക്കുന്ന കാര്യമില്ല. നടക്കും. അത് നടത്തുവാനുള്ളതാണ്, അത് നടത്തിക്കുവാനുള്ളതാണ്. അതിനാണ് നമുക്ക് ഈ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് നൽകിയത്. കാരണം എന്താണെന്ന് പറയാം, നമുക്ക് പലപ്പോഴും നമുക്കില്ലാതെ പോകുന്നത് നമുക്ക് തിരിച്ചറിവുകളാണ്. അറിവുകൾ ഇല്ലാത്തതല്ല നമ്മളുടെ പ്രശ്നം. നമുക്കറിയാം അത് ശരിയാണോ അത് തെറ്റാണോ എന്നറിയാം. നമ്മൾ പറഞ്ഞില്ലേ, കള്ളം പറയരുത് നമുക്കറിയാം. പക്ഷെ ഒരു ദിവസം നമ്മൾ ഒരു 5 കള്ളം നിസ്സാരമായിട്ട് പറയും, ഇല്ലേ? ചുമ്മാതാതിന് കണ്ടാലും നമ്മൾ പറയും, അവിടെ കണ്ടില്ല, ഞാൻ കണ്ടോ ഇല്ല, ഞാൻ അറിഞ്ഞില്ല, ഫോൺ വന്നു, ഞാൻ കണ്ടില്ല, ശ്രദ്ധിച്ചില്ല എന്ന് പറയും. നമ്മളിരുന്ന് വിളിക്കുന്നത് അച്ഛനിരുന്ന് കാണുന്നതെന്ന് നമുക്കറിയത്തില്ലയോ, ഇല്ലേ? കണ്ടോണ്ടിരുന്നാലും ചിലപ്പോ നമ്മൾ പറയും, ഞാൻ ശ്രദ്ധിച്ചില്ല എന്നൊക്കെ പറയും. അതുകൊണ്ടാണ് പല വാക്കുകളും അങ്ങനെ വന്നത്. കണ്ടു കാണുമായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് പറയും, പിന്നെന്താ, ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പൊ നമ്മൾ പറയാം, ശ്രദ്ധിക്കാനില്ല. കാണുകയും ശ്രദ്ധിക്കുകയും അർത്ഥങ്ങൾ ഒരുപോലെയാണെങ്കിലും അതിന്റെ അർത്ഥവ്യാപ്തിക്ക് വ്യത്യസ്തം. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിനെ സ്വീകരിക്കപ്പെട്ടേ പറ്റുന്നു. ഒരു കുത്തിനും ഒരു കോമയ്ക്ക് പോലും ഒരു ജീവന്റെ വിലയുണ്ട് എന്നാണ്. അപ്പൊ അങ്ങനെ ഇവ 3ഉം ഈ തിരിച്ചറിവുകളിലൂടെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ 3 തലങ്ങളുള്ളവ ഒരുപോലെ ആകണമെങ്കിൽ അവനിൽ യഥാർത്ഥമായിരിക്കുന്ന തിരിച്ചറിവുകൾ അവനുണ്ടാകും. ഈ തിരിച്ചറിവുകൾ ഉണ്ടാകുന്നത് അറിവുണ്ടായി, ആ അറിവിൽ നിന്നും ബോധമുണ്ടായി, അറിവും ബോധവും കൂടി ഒരുമിച്ചുണ്ടാകുമ്പോഴാണ് നമുക്ക് തിരിച്ചറിവുകൾ ഉണ്ടാകുന്നത്. ഈ തിരിച്ചറിവുകൾ നമുക്ക് ജീവിതത്തിന്റെ മരിക്കുന്ന സമയം വരെയും നമുക്ക് ആവശ്യം. ഒരു പക്ഷെ നമ്മൾ അവസാന കാലത്തായിരിക്കും ഇത് തിരിച്ചറിയുന്നത്. പക്ഷെ അന്നേരം നമുക്ക് ഇത് തിരിച്ചറിഞ്ഞതുകൊണ്ട് കാര്യമാകുന്നില്ല. പക്ഷെ നമ്മളെ പലപ്പോഴും പല കാര്യങ്ങളും നമ്മളെ പിടിച്ച് ബന്ധിച്ച് നിർത്തുന്നു എന്നുള്ളതാണ്. പല കാര്യങ്ങൾ പറയാനുണ്ട് നമുക്ക്, പല കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്, പലതുമൊക്കെ നമുക്ക് പറ്റുന്നുണ്ട്. പക്ഷേ ചില ബന്ധനങ്ങളായി നമ്മുടെ മനസ്സിൽ നിൽപ്പുണ്ട്. സാമൂഹികമായ അല്ലെങ്കിൽ ഭൗതികമായിരിക്കുന്ന അവസ്ഥകളൊന്നുമല്ല, പക്ഷേ ആന്തരികമായിരിക്കുന്ന ചില പരിമിതികൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. കാരണം നമ്മൾ തുറന്നൊരിക്കലും സംസാരിക്കാറില്ല, ഒരിടത്തും നമ്മൾ തുറന്ന് സംസാരിക്കാറില്ല. കാരണം നമ്മുടെ ഈ 3 സ്വഭാവങ്ങൾ നമ്മളിൽ, അതാണ് നമ്മുടെ പ്രശ്നം. അതിൽ 2ാമത്തെ പ്രശ്നമാണ് നമ്മൾ ഒരു കാര്യം പറഞ്ഞു, ഞാൻ ഇങ്ങനാണ് എന്ന് ഞാൻ പറയുന്നു. എനിക്കറിയാം ഞാൻ അങ്ങനല്ലെന്ന്, സമൂഹത്തിനറിയാം ഞാൻ അങ്ങനല്ലെന്നും അറിയാം. പക്ഷെ ഞാൻ സ്വയം ഉണ്ടാക്കിയെടുത്ത അവസ്ഥയിൽ നിന്നും അതിലൊരു മാറ്റം ഉണ്ടാകുമോ എന്നുള്ള എന്റെ ഭയമാണ് പലപ്പോഴും പലതിനെയും നമ്മൾ സമ്മതിക്കാതെയും അല്ലെങ്കിൽ പലതിനെയും നമ്മൾ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുകയൊക്കെ ചെയ്യുന്നതിന്റെ ഒരു പ്രധാന കാര്യം അത് തന്നെയാണ്. അപ്പോൾ ജീവിതത്തിലും നമുക്ക് മാനസികമായിരിക്കുന്ന ഒരു കൃത്യത ഉണ്ടാകണമെങ്കിൽ ഈ 3 അവസ്ഥകളും നമുക്ക് ഒരുപോലെയാകണം. അതിനൊരുപോലെയാകണമെങ്കിൽ നമ്മളുടെ മനസ്സിൽ സന്തോഷമല്ല ഉണ്ടാകേണ്ടത്, പിന്നെന്താണ്, ആനന്ദമാണ് ഉണ്ടാകേണ്ടത്. സന്തോഷമല്ല നമുക്ക് വേണ്ടത്, പിന്നെന്താണ്, ആനന്ദമാണ് ഉണ്ടാകേണ്ടത്. തൃപ്തിയല്ല നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്, പിന്നെന്താണ്, സംതൃപ്തിയാണ് നമുക്ക് വേണ്ടത്. ജയമല്ല നമുക്ക് വേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ വിജയങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ വിജയങ്ങളും സംതൃപ്തിയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നത് ആരാണ്? നമ്മൾ തന്നെയാണ്, ഇല്ലേ? അതുകൊണ്ടാണ് നമ്മളോട് പറഞ്ഞത്, എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞത് ഉദ്ധരേതാത്മനാത്മ, അവനവനെ അവനവൻ തന്നെ ഉദ്ധരിച്ചോ. കാരണം എന്താണ്? അതിന് നമുക്ക് 2 വചനങ്ങളുണ്ട് പ്രധാനമായിട്ട്. ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്ന 2 വചനങ്ങളുണ്ട്. ഒന്നാണ് അഹം ബ്രഹ്മാസ്മി, 2 തത്വമസി. അഹം ബ്രഹ്മാസ്മി എന്നും തത്വമസി എന്ന് പറഞ്ഞ ഏറ്റവും വലിയ തലം നമുക്ക് പറഞ്ഞു തന്നത് അതുകൊണ്ടാണ്. ഞാൻ ഈശ്വരനാണ്
ബ്രഹ്മം എന്ന് പറഞ്ഞാൽ അത് ഈശ്വരൻ എന്ന് സങ്കല്പിക്കാം. ബ്രഹ്മം ഈശ്വരീയതയല്ല, പക്ഷെ ബ്രഹ്മം എന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് ഈശ്വരീയതയാണ് എന്ന് പറയാം. ഈശ്വരനല്ല, ഈശ്വരീയത. ആ ഈശ്വരീയതയാണ് ഞാൻ എന്ന ബോധം എനിക്കുണ്ടെങ്കിൽ പലപ്പോഴും പല തെറ്റുകളും ഞാൻ ചെയ്യും. പലതിനെയും പല തെറ്റുകളെയും ഞാൻ മാറ്റിവെക്കും. അത് ചെയ്യാതിരിക്കാൻ, അത് ഞാൻ ചെയ്യില്ല, കാരണം ഞാൻ ബ്രഹ്മമാണ് എന്നുള്ള ബോധം നമുക്ക് വേണം. അതുകൊണ്ടാണ് നമ്മളോട് പറയുന്നത്, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും, ഇല്ലേ? എരുമേലിയിൽ പേട്ടതുള്ളൽ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. അവിടെ എന്തുവാണ് ജപിക്കുന്നത്? അയ്യപ്പത്തിന്തകത്തോന്തോ. അപ്പൊ അത് ശരിയാണോ മന്ത്രം? അങ്ങനെ ഇത് പഠിക്കാൻ ആൾക്കാരോ, എന്നിട്ട് അവർ പറഞ്ഞു, അയ്യോ ഈ മന്ത്രം തെറ്റാ, അയ്യപ്പൻ നിന്ദകത്വവും തോം സ്വാമി നിന്ദകത്വവും തോം എന്നല്ല അതിന്റെ അർത്ഥം, അങ്ങനെയല്ല മന്ത്രം ജപിക്കേണ്ടത് എന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെയാണ്? അയ്യപ്പൻ നിന്റെ അകത്ത് ഓം, സ്വാമി എന്റെ അകത്ത് ഓം. അയ്യപ്പൻ നിന്റെ അകത്തോ, സ്വാമി എന്റെ അകത്ത് ഓം. അതുകൊണ്ടാണ് മാലയിട്ട അന്നു മുതൽ, മാലയിട്ട ശബരിമലയിൽ അയ്യപ്പനെ കാണാൻ വേണ്ടിയിട്ട് പോകുവാൻ മാലയിട്ട അന്നു മുതൽ ആ ഈശ്വരന്റെ നാമം വെച്ച് അത് ഞാൻ വിളിക്കും, ഇല്ലേ? മാലയിട്ട അന്നു മുതൽ എന്നെ എന്താ വിളിക്കുന്നത്? സ്വാമി എന്നോ അയ്യപ്പൻ എന്നോ അല്ലെങ്കിൽ മാളികപ്പുറത്തമ്മയെന്നോ വിളിക്കുന്നത്. അതുകൊണ്ടാണ് സ്വയം ഈശ്വരനായി കണ്ടുകൊണ്ട് ഓരോ സങ്കല്പ തലങ്ങളിലുമുള്ള ഇരുമുടിയിൽ നിറയ്ക്കുവാനുള്ള ഇരുമുടി കെട്ട് നിറച്ചുകൊണ്ട് ശിരസിൽ ഏന്തിക്കൊണ്ട് സ്വാമിയെ ശരണം അയ്യപ്പ എന്ന് വിളിച്ചുകൊണ്ട് 18 പടിയും കയറി മുകളിൽ ചെല്ലുമ്പോ ആ ഭഗവാൻ നമ്മളോട് എന്തു പറയും? തത്വമസി, അത് നീയാണ്. ഏത്? നീ എന്ത് തേടി വന്നുവോ അത് നീ തന്നെയാണ്. അതുകൊണ്ടാണ് അപ്പുറത്ത് നിൽക്കുന്ന ആളിനെ എന്ത് വിളിക്കുന്നത്? സ്വാമി എന്നോ അയ്യപ്പ എന്നോ വിളിക്കുന്നത്. തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നത്. യുദ്ധം ചെയ്ത് തോൽപ്പിച്ച മുസ്ലിം സമുദായത്തിൽ ഒരു അംഗമാണെന്ന് കരുതുന്ന വാവലിനെ പോലും വിളിച്ചത് വാവൽ മുസ്ലിമെ എന്നല്ല, പിന്നെന്താണ് വിളിച്ചത്? വാവൽ സ്വാമിയെ എന്നാണ് വിളിച്ചത്. ഒരു നേരത്തെ ആഹാരം കൊടുത്ത കൊച്ചുതമ്മൻ എന്ന് പറയുന്ന ക്രിസ്തീയ വിഭാഗത്തിൽപ്പെട്ട ആളിനെ വിളിച്ചത് കൊച്ചുതമ്മൻ മാപ്പിളെ എന്നല്ല വിളിച്ചത്, പിന്നെന്താണ്? കൊച്ചുതമ്മൻ സ്വാമിയെ എന്ന് വിളിച്ചൊരു സംസ്ഥാനം. അവ മറ്റുള്ളവരിലുള്ള ഒരു ഈശ്വരീയതയെ എനിക്ക് കാണാൻ സാധിക്കണമെങ്കിൽ എന്നിലെ ഈശ്വരീയതയെ എനിക്ക് ബോധ്യമാകണം. എന്റെ അച്ഛനോടും അമ്മയോടുമുള്ള വിലയാണ് മറ്റുള്ളവരോടും ഞാൻ കാണിക്കുന്ന വില. എന്റെ സഹോദരങ്ങളോടുള്ള വിലയാണ് മറ്റുള്ളവരോട് സഹോദര തുല്യതയോടുകൂടി ഞാൻ കാണിക്കുന്നത്. ആ ബോധമാണ് എനിക്ക് വേണ്ടത്. ആ ബോധമാണ് എനിക്ക് വേണ്ടത്. അതെനിക്ക് എവിടെ നിന്നാണ് കിട്ടേണ്ടത്? ഒന്നെന്റെ കുടുംബത്തിൽ നിന്ന്, ഒന്നെന്റെ സമൂഹത്തിൽ നിന്ന്, ഒന്നെന്റെ കർമ്മങ്ങളിൽ നിന്ന്. ഇത് മൂന്നും നമുക്ക് ഒരുമിച്ച് അന്നെങ്കിലും മാത്രമേ എന്താവത്തുള്ളൂ? നമ്മുടെ മനസ്സ് വൃന്ദാവനമാകുള്ളൂ. നമ്മുടെ മനസ്സ് വൃന്ദാവനവും സ്വർഗവുമാകണം. അത്രയും പറയാനായിട്ടാണ് ഭാഗവതത്തിൽ അത്രയും 7 ദിവസം പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഇപ്പുറത്ത് ലാസ്റ്റ് പറഞ്ഞിരുന്നത്. ആ സ്വർഗത്തിലോട്ടെ ആര് വരത്തുള്ളൂ? ആര് വരത്തുള്ളൂ? ഭഗവാൻ വരത്തുള്ളൂ. അതുകൊണ്ടാണ് അവസാനം സ്വർഗാരോഹണം. ഈ സ്വർഗാരോഹണം എന്താണ്? ഈ ബാക്കിയുള്ള എല്ലാ സ്കന്ധങ്ങളിലൂടെയും യാത്ര പുറപ്പെട്ട് 1-ാമത്തെ ദിവസം വരാഹാവതാരം കഴിഞ്ഞ് 2-ാമത്തെ ദിവസം നരസിംഹാവതാരവും 3-ാമത്തെ ദിവസം കൃഷ്ണാവതാരവും 4-ാമത്തെ ദിവസം ഗോവിന്ദ പട്ടാഭിഷേകവും 5-ാമത്തെ ദിവസവും രുക്മിണീശ്വരമ്പരം 6-ാമത്തെ ദിവസം കുചേലോപാഖ്യാനവും കഴിഞ്ഞ് 7-ാമത്തെ ദിവസം എന്റെ മനസ്സ് സ്വർഗമാകണം. എന്റെ മനസ്സ് സ്വർഗമാകണം. 1-ാമത്തെ ദിവസം വരാഹാവതാരം വന്ന് എന്റെ മനസ്സിൽ, വരാഹം എന്ന് പറയുന്നത് എന്താണ്? പന്നിയാണ്, അല്ലേ? പന്നിക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? അഴുക്കിനെ, നല്ലതിനെയും ചീത്തയും മാറ്റിയെടുക്കുക. അഴുക്കുള്ളിടത്ത് എന്ത് വരും? പന്നി വരുമെന്നാണ്. അപ്പൊ വന്നിട്ട് നല്ലതും ചീത്തയും ഏതാണെന്നതും നീക്കി വെക്കും. 1-ാമത്തെ ദിവസം നമുക്കതുണ്ടാകണം. 2-ാമത്തെ ദിവസം ആകുമ്പോഴേക്കും എന്ത് ചെയ്യും? ആ മനസ്സിൽ നിന്ന് മാറ്റിയെടുത്ത നല്ലതുണ്ട്, ചീത്തയുണ്ട്. രണ്ടും രണ്ടിടത്തായി കഴിയുമ്പോൾ നമുക്ക് ഏത് മതി? നല്ലത് മതി. ചീത്ത എന്ത് വേണം?
കളയണം. ആ ചീത്തയായിരിക്കുന്നത് നമുക്ക് എന്താണ്? നമ്മുടെ മിത്രമാണോ? നമ്മുടെ മിത്രമാണോ? മിത്രമല്ലെങ്കിൽ പിന്നെന്താ അത്? ശത്രുവാണ്. ആ ശത്രുവിനെ ഹനിക്കാൻ ആരുണ്ടാകണം? നരസിംഹം വരും. ആര്? ഉഗ്രം വീരം മഹാവിഷ്ണു ജ്വലന്തം സർവതോന്മുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യു നമാമിഹം. ആ നരസിംഹം നമ്മുടെ ഉള്ളിൽ വന്നിട്ട് എന്ത് ചെയ്യും? ആ തൂണ് പിളർന്നു വന്ന് എന്റെ മനസ്സിലൊരു അഹങ്കാരമുണ്ട്, ഞാനെന്ന ഭാവം, ഹിരണ്യായ നമ ചൊല്ലുന്ന അഹംഭാവം എന്റെ ഉള്ളിൽ ഇരിക്കുമ്പോ അത് ആ നരസിംഹം വന്ന് തല്ലി വൃത്തിയാക്കി കളയും. ഇല്ലേ? മാറിക്കഴിഞ്ഞു കഴിയുമ്പോ എന്റെ മനസ്സ് ശാന്തമായി. എന്റെ മനസ്സിൽ പിന്നെ എന്തേ ഉള്ളൂ? ബാക്കി എന്തേ ഉള്ളൂ? നല്ലത് മാത്രമേ ഇരിക്കുള്ളൂ. ചീത്തയാണ് എടുത്ത് കളഞ്ഞത്, അത് ശത്രുവാണ് അതെടുത്ത് കളഞ്ഞത്. നല്ലത് എന്റെ മനസ്സിൽ നിന്നു. പിന്നെ എനിക്കൊരു സംശയമാണ്, ഇത് എന്ത് ചെയ്യണമെന്ന്. അതെന്താണ്? എന്ത് ചെയ്യും എന്നറിയാതിരിക്കുന്ന ഒരവസ്ഥ. എന്റെ മനസ്സൊരു കാരാഗ്രഹ തുല്യമായി. ആ കാരാഗ്രഹത്തിലേക്ക് ആര് വരും? ഭഗവാൻ വന്ന് ഭഗവാനെ പ്രസവിക്കും. ഇല്ലേ? ഭഗവാൻ എന്റെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ ആ ഭഗവാനെ ഞാൻ പുറത്തേക്ക് കൊണ്ടുവരും. ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോൾ ആദ്യം എനിക്കൊരു ബോധ്യം ഉണ്ടാകണ്ടേ, എന്നെ കൊണ്ട് പ്രാപ്തിയുണ്ട്, കഴിവുണ്ട് എന്ന്. അവിടെ എന്തുണ്ടാവും? ഗോവർദ്ധന പർവ്വതത്തെ നന്നായി ഉയർത്തി സമൂഹത്തിന് സുരക്ഷിതത്വം നൽകുന്നവനായ ഗോപാലനായി ഭഗവാൻ മാറും. എന്റെ മനസ്സിൽ ഭഗവാൻ ഗോപാലനായി മാറുമ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ കൊണ്ട് കഴിവുണ്ട്, പ്രാപ്തിയുണ്ട്, എനിക്ക് യോഗ്യതയുണ്ട് എന്ന്. എനിക്ക് കഴിവും പ്രാപ്തിയും യോഗ്യതയും ഉണ്ടെങ്കിൽ എനിക്ക് എന്തുണ്ടാകും? ഐശ്വര്യം ഉണ്ടാകും. ആ ഐശ്വര്യം നൽകുന്നത് ആരാണ്? മഹാലക്ഷ്മിയാണ്. ആ മഹാലക്ഷ്മി ആരായി എന്റെ ഉള്ളിൽ വരും? രുക്മിണീദേവിയായിട്ട് എന്റെ ഉള്ളിൽ വരും. അപ്പോൾ രുക്മിണീദേവിയായിട്ട് എന്റെ ഉള്ളിൽ വരുന്ന സർവ്വ ഐശ്വര്യം വരുമ്പോഴാണ് എനിക്ക് എന്ത് ബാധ്യതകളുണ്ട്, എന്നിൽ എന്തുണ്ടെന്ന് ഞാൻ അറിയുന്നത്. എന്നിൽ പല വിധത്തിലുള്ള ദാരിദ്ര്യങ്ങൾ എനിക്കുണ്ടായെന്ന് അറിയും. എന്റെ ഉള്ളിൽ വരുമ്പോഴാണ്, സമ്പത്ത് വരുമ്പോഴാണ് നമുക്ക് ബാധ്യതകൾ അറിയുന്നത്. ഈ ഐശ്വര്യം വരുമ്പോഴാണ് നമ്മുടെ കുറവുകൾ നമ്മൾ അറിയുന്നത്. അപ്പൊ എന്ത് ചെയ്യും? നമുക്ക് ദാരിദ്ര്യം എന്താണെന്ന് അറിയും. ഈ ദാരിദ്ര്യത്തെ മാറ്റാൻ എന്ത് ചെയ്യണം? ഭഗവാന്റെ അടുക്കൽ ഈ ദാരിദ്ര്യത്തെ കൊണ്ട് സമർപ്പിക്കണം. അതിനെന്ത് ചെയ്യും? സുദാമാവ് വരും. അല്ലേ? കുചേലനായിക്കൊണ്ട് സുദാമാവ് വരും. സുദാമാവ് വന്ന് അവിടെ കൊണ്ടുവന്ന് സമർപ്പിക്കും. ഇതെല്ലാം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സങ്ങ് ക്ലീൻ ആവും. അല്ലേ? കഴുകി വൃത്തിയാക്കി അങ്ങ് ക്ലീൻ ആവും. അപ്പൊ പിന്നെ നമ്മുടെ മനസ്സിൽ ശാന്തതയാണ്, സമാധാനമാണ്, സ്വസ്ഥതയാണ്. അവിടെ എന്താണ്? ശാന്തിയും സമാധാനവും സ്വസ്ഥമായിരിക്കുന്നതിന് എന്തു പറയും? ഇവിടെ സ്വർഗമാണ്. അപ്പൊ ആ സ്വർഗത്തിലേക്ക് ആര് വരും? ഭഗവാൻ വരണം. അതുകൊണ്ടാണ് സ്വർഗാരോഹണമാണ് ഈ പോയത്. ഭഗവാൻ വൈകുണ്ഠാരോഹണം എന്ന് പറഞ്ഞു. വൈകുണ്ഠത്തിലോട്ടാണ് ഭഗവാൻ പോകുന്നതെന്നാണല്ലോ പറയേണ്ടത്, അല്ലേ? പക്ഷെ പറഞ്ഞത് വൈകുണ്ഠാരോഹണം എന്നാണോ പറഞ്ഞത്? അല്ല, സ്വർഗത്തിലേക്ക് പോകും. എന്റെ മനസ്സ് സ്വർഗമായെങ്കിൽ ആ മനസ്സാകുന്ന സ്വർഗത്തിലേക്ക് ആര് വരണം? ഭഗവാൻ വരണം. ഭഗവാൻ വരും. അപ്പോൾ എനിക്ക് എന്ത് മനസ്സിലായി? ഇത് എനിക്ക് പ്രയോജനകരമായി. അപ്പോൾ എനിക്ക് പൂർണ്ണമായിരിക്കുന്ന ഒരു കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടി. ഞാൻ അവിടെ പാസ്. അല്ലേ? പാസ് എന്ന് എനിക്ക് ഒരു മനുഷ്യൻ കിട്ടും. ഏതാണ്? ഈ 7 ദിവസം ഇതിലൂടെ യാത്ര പുറപ്പെട്ട് ഇത് നമ്മളിൽ ബോധ്യമായി നമ്മൾ 7ാമത്തെ ദിവസം ആനുവൽ എക്സാം എഴുതി കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ പാസ്സാകും. 1ാമത്തെ ദിവസം തോക്കാം, 2ാമത്തെ ദിവസം തോക്കാം, 3ാമത്തെ ദിവസം തോക്കാം, 4ഉം തോക്കാം, 5ഉം തോക്കാം, 6ഉം തോക്കാം. തോറ്റാൽ പുറത്ത് വരുമ്പോൾ 7ാം ദിവസം പരീക്ഷ എഴുതാൻ പറ്റുമോ? ഇതൊക്കെ എനിക്ക് നിസ്സാരമാണ്, എന്റെ അമ്മാവിന്റെ സ്കൂളാ, പരീക്ഷ എഴുതാൻ പറ്റുമോ? ഇല്ല. ആരുടെയാണെന്ന് പറഞ്ഞാലും എനിക്ക് സ്വന്തമായിട്ട് വന്ന കാര്യമുണ്ടോ? ഇല്ല. എന്തുണ്ടാവണം? ആവേണ്ടിടത്ത് പാസ്സായെങ്കിലേ പറ്റൂ. ഭഗവാനൊക്കെ അപ്പുറത്ത് മാറി നിൽക്കും. നീ അത് എഴുതാൻ പറയും. നീ എഴുതിയിട്ട് വേണം നീ പാസ്സാക്കാൻ. അല്ലാതെ എഴുതാതെ നിനക്ക് പാസ്സാക്കാൻ പറ്റുമോ? നിന്നെ പറ്റത്തില്ല. അത് നീ ചെയ്യണം. അതിന് നിന്നെ പ്രാപ്തരാക്കുന്നുണ്ട് ഞാൻ. അതിനു വേണ്ടിയിട്ടാണ് നിന്നോട് ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുന്നത്. നമ്മുടെ കയ്യിലെ കാശ് കൊടുത്തിട്ടാണ് നമ്മൾ വണ്ടി മേടിക്കുന്നത്, അല്ലേ? എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ വണ്ടി എടുത്ത് ഓടിക്കാൻ പറ്റുമോ? ഇല്ല.
നമ്മൾ കൊടുത്ത ടാക്സ് കൊണ്ടാണ് റോഡ് പണിയുന്നത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഉള്ളതുപോലെ റോഡിൽ കൂടി നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുമോ? ഇല്ല. അതിനെന്താണ്? ചില നിയമങ്ങളും നിബന്ധനകളും ഉണ്ട്. ആ നിയമങ്ങളും നിബന്ധനകളും നമ്മൾ പാലിക്കണം. അതെന്തിനാണ് ഇതെല്ലാം നിബന്ധനകളും നിയമങ്ങളും പാലിക്കുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ്? നമ്മുടെ ജീവന് വേണ്ടിയിട്ടാണ്, അല്ലേ? അല്ലെങ്കിൽ ഈ നിയമം ഉണ്ടാക്കിയ ആളിനും എല്ലാം നമ്മൾ ജീവിച്ചാലെന്ന് ജീവിച്ചില്ലല്ലോ. പക്ഷെ നമ്മൾ നന്നായി ജീവിക്കണമെന്ന് ആഗ്രഹിച്ച ഒരാൾ ഉണ്ടായത് കൊണ്ടാണ് അവർ ഒരു നിയമവ്യവസ്ഥ ലോകത്തെല്ലായിടവും ഉണ്ടാക്കിയത്. ഈ നിയമം നമ്മൾ പാലിക്കാൻ നമ്മൾ തയ്യാറായില്ലെങ്കിൽ എന്താവും? ആർക്കുണ്ടാവും നഷ്ടം? നമുക്കേ ഉണ്ടാവത്തുള്ളൂ. അവർക്കല്ല നഷ്ടം ഉണ്ടാവുള്ളൂ? ഒന്നുമില്ല. ആർക്കേ ഉള്ളു പോകുന്നത്? നമുക്ക് മാത്രമേ ഉള്ളു പോകുന്നത്. ഈ പരമാർത്ഥം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കും. ഈ പരമാർത്ഥം നമുക്ക് മനസ്സിലാകുന്ന ഒരു കാലം വരും. അന്നേരം നമ്മൾ എന്ത് ചെയ്യും? അന്നേരം അതൊക്കെ ചെയ്യുന്നതായിരുന്നു. അന്ന് ഇതൊന്നും പറ്റിയില്ല, അന്നൊന്നും ഇതിനൊന്നും പറ്റിയില്ല, സാരമില്ലെന്ന് വിചാരിക്കും. ഇനിയും ഒരു ജന്മം, അല്ലയോ കൃഷ്ണ, അല്ലയോ ഭഗവാൻ, എനിക്ക് തന്നാ മതി, ഞാൻ നോക്കട്ടെ നന്നാവാൻ പറ്റുമോ എന്ന്. അതുകൊണ്ട് കാര്യമുണ്ടോ? നമ്മൾ യോഗ്യനാണ്, മിടുക്കനാണ്, കേമനാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? സ്വന്തം ജീവിതത്തിൽ വിജയിക്കാത്തവൻ ഇനി നമ്മൾ എന്തെല്ലാം നടത്തിയിട്ട് എന്തെല്ലാം പറഞ്ഞിട്ട് എന്താ കാര്യം? എന്റെ ജീവിതത്തിൽ ഞാൻ നേരെ ജോലി നന്നാവാതിരുന്നിട്ട് ഞാൻ എത്ര പേരെ നന്നാക്കിയിട്ട് എനിക്ക് എന്ത് പ്രയോജനമാണ്? അതാണോ വേണ്ടത്? അവനവൻ നന്നാവണം. അതിനാണ് നമ്മളോട് പറഞ്ഞത് എന്ത്? ഉദ്ധരേത് ആത്മനാത്മാനം. അവനവന് ഉദ്ധരിക്കണം. നമ്മളുടെ കഴിവുകളും കുറവുകളെയും നമ്മൾ സ്വയം ബോധ്യപ്പെട്ട് കഴിയുന്നു. ആ കുറവുകൾ മാറ്റിക്കൊണ്ട് കഴിവുകളെ ഉയർത്തിക്കൊണ്ട് നമ്മൾ വരുമ്പോൾ നമ്മുടെ മനസ്സെന്താവും? വൃന്ദാവനമാകും. അതുകൊണ്ടാണ് പല കുറവുകളും നമുക്കുണ്ടായി. എവിടെ? ഗോകുലത്തിൽ. അവിടെ പൂതനയും ശകടാസുരനും തൃണാവർത്തനും ഒക്കെ നമ്മളെ അവിടെ ഒന്ന് ഉപദ്രവിച്ചു. അതിൽ നിന്നെല്ലാം നമ്മൾ രക്ഷപ്പെടുന്നു. നമ്മുടെ ദൈവാധീനം കൊണ്ട് നമ്മൾ രക്ഷപ്പെടും. പക്ഷെ ഇനിയും നമുക്ക് ഉയർന്നു മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ മനസ്സൊരു വൃന്ദാവനമായി മാറും. ആ വൃന്ദാവനത്തിലോട്ടാണ് നമുക്ക് കയറി ചെല്ലേണ്ടത്. അപ്പൊ വൃന്ദാവനത്തിലേക്ക് കയറി ചെല്ലുവാനായി പറയുന്ന സമയത്ത് നമ്മളോട് പറഞ്ഞതൊന്നും ഇവിടെ എല്ലാ വിധത്തിലുള്ള, അതായത് ഈ സ്ഥലത്ത് പണ്ട് ശംഖാസുരൻ എന്ന് പറയുന്ന ഒരു അസുരൻ ഉണ്ടായിരുന്നു. ഈ ശംഖാസുരൻ വന്ന് ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ആ ശംഖാസുരനിൽ നിന്നും മുക്തി നേടി ഉണ്ടാക്കിയ ഒരു സ്ഥലവും കൂടിയാണ് വൃന്ദാവനം എന്ന് പറയുന്നത്. അന്ന് ശംഖാസുരനിൽ നിന്ന് മുക്തി നേടിയ സ്ഥലത്തിന് മധുരാ തീർത്ഥം എന്നും മധുരാ മണ്ഡല തീർത്ഥം എന്ന സ്ഥാനം വരെ അവിടെയുണ്ട് എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ ഇത്രമാത്രം വിശേഷമായിരിക്കുന്ന മധുരാമണ്ഡലത്തിൽ ഈ വൈകുണ്ഠത്തിലെ ഗോലോക വൃന്ദാവനത്തിൽ നിന്ന് അടർത്തിയെടുത്ത സ്ഥാനമാണ് വൃന്ദാവനം എന്നും പറയുന്നത്. അത്രമാത്രം പവിത്രതയുണ്ട്. കാരണം ഓരോ കാലങ്ങൾ കഴിയുമ്പോൾ നമ്മൾ പണ്ട് ജീവിച്ചതുപോലാണോ നമ്മൾ ഇന്ന് ജീവിക്കുന്നത്? ആണോ? അല്ല. ഓരോ ഭാഗങ്ങൾ കഴിയുമ്പോഴും നമ്മൾ കുറച്ചുകൂടി മെച്ചമായിരിക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ മാറും, ഇല്ലേ? കാലാനുസൃതമായ മാറ്റങ്ങൾ. കഴിഞ്ഞ 10 വർഷം മുമ്പ് ജീവിച്ച പോലാണ് നമ്മൾ ജീവിച്ചത്, ആണോ? എന്നാൽ കഴിഞ്ഞ 10 വർഷം മുമ്പ് കഴിക്കുന്ന അത്ര ആഹാരം നമ്മളിപ്പോ കഴിക്കുമോ? ഇല്ല. പക്ഷെ എന്നാലും കഴിഞ്ഞ 10 വർഷം മുമ്പ് ഉള്ളതിനേക്കാൾ നന്നായിട്ടല്ലേ നമ്മളിപ്പോ ജീവിക്കുന്നത്, അല്ലേ? അത്രയും ആഹാരവും കഴിക്കുന്നില്ല, അത്രയും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത്രയും ജലവും ഇല്ല. പക്ഷെ അന്നുള്ള സമാധാനം ഇന്നുണ്ടോ? നമ്മൾ കുറെ കൂടി നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ ഒതുങ്ങി, ഇല്ലേ? നമ്മൾ കുറച്ചുകൂടി നമ്മളായി സ്വയം ഒതുങ്ങി. അപ്പോൾ പലപ്പോഴും പലതും നിശബ്ദത നമ്മളിൽ. ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ തുറന്നങ്ങ് പറയുന്നവരായിരുന്നു. പക്ഷെ അതൊക്കെ മാറി നമ്മൾ നിശബ്ദതയിലേക്ക് വന്നു. അപ്പോ നമ്മൾ എന്ത് ചെയ്തു? നമ്മളുടെ യഥാർത്ഥമായിരിക്കുന്ന സ്വഭാവം നമ്മളെ പല രീതിയിൽ പല അവസ്ഥകളിൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്ന് പറയുന്നു. ആ ബുദ്ധിമുട്ടുകളാണ് നമുക്ക് ഇന്ന് ഉണ്ടായിരിക്കുന്ന പല പരാജയങ്ങൾക്കും കാരണമെന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് എല്ലാവർക്കും കൂടി ഇങ്ങോട്ട് പോകാം, വൃന്ദാവനത്തിലേക്ക് പോകാം. അപ്പൊ അങ്ങനെ എല്ലാവരും കൂടി എന്ത് ചെയ്തു? പശുക്കളെയും പശുക്കുട്ടികളെയും
ഒപ്പം എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ട് എന്ത് ചെയ്തു? ആ ഗോകുലത്തിൽ നിന്നും ഇങ്ങോട്ട് പോയി, ബാടിയിൽ നിന്ന് ഇങ്ങോട്ട് പോയി, വൃന്ദാവനത്തിലേക്ക് പോയി. ആരുടെയൊക്കെ മനസ്സ് വൃന്ദാവനമായി? നമ്മുടെ മനസ്സ് വൃന്ദാവനമാകണം. ചില പോരായ്മകളൊക്കെ ഉണ്ടാവും. ആ തെറ്റുകൾ നമ്മൾ തിരുത്തണം, റീവാലുവേഷൻ കൊടുക്കണം. അപ്പൊ എന്ത് ചെയ്യും? അവിടെ ഒരാളിരിക്കുന്നുണ്ട്, അവിടെ ഒരു അപേക്ഷ കൊടുത്താൽ മതി, ഒന്ന് റീവാലുവേഷൻ ചെയ്ത് തരണം എന്നുള്ള അപേക്ഷ മേടിക്കും. ആ കഴിഞ്ഞ് മേടിച്ചു കഴിഞ്ഞിട്ട് സാരമില്ല, നീ എല്ലാം പാസ്. എന്നിട്ട് എന്ത് ചെയ്യും? ഗുരുവായൂരപ്പൻ്റെ ഒരു സീറ്റ് തരും. പിന്നെ നമുക്കൊന്നും പേടിക്കണ്ട. എന്താണ്? നമ്മൾ ഓൾ പാസ്സാണ്. നമ്മൾ ഓൾ പാസ്സാണ് പലപ്പോഴും. അത് ഈ ഒറ്റ സീല് കൊണ്ടാണ് നമ്മൾ പലയിടത്തും പാസ്സായി കയറി പോകുന്നത്. ചിലപ്പോൾ നമ്മളത് മറന്നുപോകും. നമ്മുടെ അദ്ദേഹം പരീക്ഷ എഴുതിയപ്പോൾ കഥ പറഞ്ഞത് ചിലപ്പോൾ നമ്മളത് മറന്നുപോകും, ചിലപ്പോൾ നമ്മൾ ഓർക്കുന്നു പിന്നെ ഭഗവാൻ ഉള്ളതുകൊണ്ടാണ് ഞാനൊന്ന് രക്ഷപ്പെട്ടെ. എന്നാലും നമ്മൾ ചിലപ്പോൾ ഭഗവാനെ ചില കാര്യങ്ങൾ വരുമ്പോൾ മറന്നുപോകും. അപ്പൊ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടി എന്തുണ്ടാവണം? മനസ്സ് സ്വസ്ഥമായിട്ട് ഭഗവാന്റെ അടുക്കൽ നിന്നും നമ്മുടെ മനസ്സാകുന്ന അവസ്ഥ എന്താവണം? വൃന്ദാവനമായി നമുക്ക് കാണാം. ആ മനസ്സ് വൃന്ദാവനമായെങ്കിൽ ആ മനസ്സിലേക്ക് ആരുണ്ടാവും? ഭഗവാൻ എത്തിക്കൊള്ളൂ എന്ന് പറഞ്ഞു. വൃന്ദാവനമായെങ്കിൽ ആര് വരത്തുള്ളൂ? ഭഗവാൻ വരത്തുള്ളൂ എന്നാണ് സനന്ദൻ നമ്മളോട് പറഞ്ഞത്. ആ പറഞ്ഞ സനന്ദനാണ് നമ്മുടെ മുമ്പിലെ വഴികാട്ടി, ഇല്ലേ? വഴിയുണ്ട്, ആ വഴിയെയാണ് നമുക്ക് പോകേണ്ടതെന്ന് നമുക്കറിയാം. ചിലപ്പോൾ നമുക്ക് എന്തുണ്ടാകും? നമ്മൾ നടന്നു പോയാലും നമുക്ക് ചിലപ്പോൾ ചിലർ വഴികാട്ടിയായി വരേണ്ടി വരും, ഇല്ലേ? കണ്ണുണ്ടെങ്കിലും കാണുന്നതിനുണ്ട് പണി. നമുക്ക് കണ്ണൊക്കെ ഉണ്ട്, കാണു പോവാന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ ഇരുട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യും? ഒരു വെളിച്ചം നമുക്ക് ആവശ്യമാണ്, അല്ലേ? ചിലപ്പോൾ നമ്മൾക്ക് ചാൻസ് കിട്ടുന്നത് എപ്പോഴാണ്? ഇരുട്ട് വന്നപ്പോഴായിരിക്കും നമ്മളോട് പറഞ്ഞത് പോയിക്കൊള്ളാൻ പറഞ്ഞു. അയ്യോ ഇരുട്ടാ, ഞാൻ പോകത്തില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ആർക്ക് പോയി? നമുക്ക് പോയി. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യും? പോയേ പറ്റത്തുള്ളൂ, എനിക്ക് വിജയിച്ചേ പറ്റത്തുള്ളൂ എന്റെ ജീവിതത്തിൽ. അതിനെന്ത് ചെയ്യണം? ഒരു ടോർച്ച് നമ്മൾ കൈക്കരുത്. ഈ ടോർച്ചിലെ വെളിച്ചം കൊണ്ട് ഞാൻ വഴി നോക്കി ഞാൻ പോകും. ടോർച്ചില്ലാതെ എനിക്ക് പറ്റില്ല. കാരണം എന്താണ്? ചില ബാധ്യതകൾ എനിക്ക് ഇരുട്ടായി എന്റെ മുമ്പിൽ കിടക്കും. ഈശ്വരീയതയാകുന്നത് വഴികാട്ടി എന്റെ മുമ്പിൽ വെളിച്ചമായി ഉള്ളിടത്തോളം എനിക്കൊന്നും ഭയക്കേണ്ടതില്ല. അങ്ങനെ നമ്മൾ പല കാര്യങ്ങളെയും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ് എന്ന് പറയുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു ഭാഗത്തെ പറ്റി സനന്ദൻ എന്ന് പറയുന്ന ആ മുതിർന്ന ആള് അവിടെ ഉള്ളവരോട് പറഞ്ഞു കൊടുക്കുന്നു. കാരണം അവിടെ ഗിരിരാജൻ എന്ന് പറയുന്ന, ഗോവർദ്ധനം എന്ന് പറയുന്ന ഒരു പർവ്വതമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭഗവാൻ സ്വന്തം ധാമത്തിൽ നിന്നും 84 കോശം വൃന്ദാവനവും ഗോവർദ്ധനവും യമുനയും അടങ്ങുന്ന സ്ഥലം എവിടുന്ന്? വൈകുണ്ഠത്തിൽ നിന്ന് ഇങ്ങോട്ട് അയച്ചതാണെന്ന് പറയാം. ഭഗവാൻ ഇവിടെ വരുന്നതിന് മുമ്പ് ഭഗവാൻ എന്ത് ചെയ്തു? വൈകുണ്ഠത്തിൽ നിന്നും ഈ പറയുന്ന എല്ലാ സ്ഥലങ്ങളും തയ്യാറാക്കി വെച്ചു, എല്ലാ അവസ്ഥകളും റെഡിയാക്കി എല്ലാം വെച്ചിട്ടാണ് ഭഗവാൻ എന്ത് ചെയ്യുന്നത്? ഇങ്ങോട്ട് ഇവിടെ വന്ന് അവതരിക്കാൻ പറ്റും. അപ്പൊ ഇതെല്ലാം ഇവിടെ വന്ന് അവതരിക്കാനായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ എന്ത് മനസ്സിലായി? ഈ പർവ്വതം എന്ന് പറയുന്നത് അനവധി ജീവിതത്തിന്റെ ഉയർച്ചകളാണ്. ഈ ഉയർച്ചകൾ ഉണ്ടാകുമ്പോൾ ഈ ഉയർച്ചയിൽ ഒരുപാട് ഗുണങ്ങൾ കൂടി നമുക്കുണ്ടാകും. എന്നെങ്കിൽ മാത്രമേ ആ പർവ്വതത്തിൽ നല്ല പൂക്കളും കായ്കളും സുഗന്ധമുള്ളതുമായിരിക്കുന്ന അവസ്ഥകൾ നമുക്കുണ്ടാകത്തുള്ളൂ. പല പർവ്വതങ്ങളിലും ഒന്നും ഉണ്ടാകാറില്ലേ? ഇല്ലേ? പല പർവ്വതങ്ങളിൽ മുകളിലേക്ക് ഇങ്ങനെ ഉയർന്ന് വലിയ പാറകളായിട്ട് മേലോട്ട് പോകും. ആ പോകുന്നിടത്ത് അതിലെന്തെങ്കിലും ഉണ്ടാകാറുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ്? അതങ്ങ് പോയി മേലോട്ട്. പക്ഷേ നല്ല പർവ്വതങ്ങൾ, ഗോവർദ്ധനത്തിന്റെ പ്രത്യേകത എന്താണ്? അത് ഉയരം കൂടുന്തോറും മറ്റുള്ളവർക്ക് പ്രയോജനകരമാകുന്ന വിധത്തിൽ അതിന്റെ വളക്കൂർ ഉണ്ടാക്കി അത് പോയപ്പോൾ അതിന്റെ എല്ലാ സ്ഥലങ്ങളിലും നല്ല സുഗന്ധമുള്ള പൂക്കളും മധുരമുള്ള ഫലങ്ങളും അത് ഉണ്ടാക്കിക്കൊണ്ടത്. അതാണ് നമ്മുടെ ജീവിതത്തിലും വേണ്ടത്. ഗോവർദ്ധന പർവ്വതം നമ്മുടെ ജീവിതത്തിന് ഒരു വലിയ പാഠമാണെന്ന് പറയുന്നതാണ്. ഉറക്കം വരുന്നില്ലേ? കാരണം ഇങ്ങനെയാണ് കാണു പോകുന്നു. 1 കിലോ 2 കിലോ വരെ തൂക്കി ഗോവർദ്ധന പർവ്വതത്തെ ഒന്ന് തൂക്കി നോക്കിയതാണ്, ഇല്ലേ?
ഇല്ലേ? ഗോവർദ്ധന പർവ്വതം നമ്മുടെ ഉള്ളില്, നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ നടക്കുമ്പോഴേ ചിലരൊക്കെ ഇരുന്ന് ഉറങ്ങും. അപ്പൊ ഈ ഉറങ്ങുമ്പോ നമ്മള് ഉറക്കം വരുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ ചോദിക്കുമ്പോഴേ ഈ ഉറക്കം വരുന്ന ആൾക്ക് മനസ്സിലാവില്ല അത് എന്നെയാണ്. അപ്പൊ ഈ ആ ആളെന്തോ അത് ഞാനാണെന്ന് അറിയാതിരിക്കാൻ എന്തോ എന്നറിയാം, നേരെ തിരിഞ്ഞൊക്കെ നോക്കും. അപ്പൊ ഈ തിരിഞ്ഞു നോക്കുന്ന ആള് വിചാരിക്കും, അപ്പൊ തിരിഞ്ഞു നോക്കിയപ്പോ തൊട്ട് പുറകിലുള്ള ആള് പറയും ഞാനല്ലെന്ന് പറയും. അപ്പൊ അവിടെ നിൽക്കുന്നവരെല്ലാരും എന്ത് ചെയ്യും? ആ ആളിനെ തന്നെ നോക്കും. ആ ആളൊന്നും അറിഞ്ഞതായിരിക്കത്തില്ല. മിടുക്കനാരായിരുന്നു, ഉറങ്ങിയ ആൾ ഉണർന്നിട്ട് ഇങ്ങനെ നോക്കി. ഇല്ലേ? ബുദ്ധിയാണോ? ബുദ്ധിയാണോ അത്? അതിബുദ്ധിയാണല്ലേ? ആരുടെ മുമ്പിലേക്ക് നോക്കുന്നേ? ഭഗവാൻ അങ്ങനെ പറയുന്നു, ഓണ്ടടാ കണ്ടോടാ എന്ന് പറയുന്നു. അല്ലേ? എടാ എന്റെ മുമ്പിൽ ഇരുന്നാണതായി കാണിക്കുന്നത് എന്ന് പറയും. നല്ലന്റെ കുഞ്ഞാണ്. അല്ലേ? നമ്മുടെ കുഞ്ഞുങ്ങള് നമ്മുടെ മുമ്പിൽ ഇരുന്ന്, കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ ഇരുന്ന് ഓരോ തമാശകൾ കാണിക്കുമ്പോൾ നമുക്കത് കാണുമ്പോൾ നമുക്കതൊരു സന്തോഷമാണ്. എന്നതുപോലെ തന്നെ ഭഗവാനും ആ സന്തോഷത്തോടുകൂടി ഇതിനെയൊക്കെ കാണും. അപ്പൊ അതുകൊണ്ട് ഗോവർദ്ധന പർവ്വതമാകുന്ന ദൈവീകമായിരിക്കുന്ന അവസ്ഥ, ഗോവർദ്ധന പർവ്വതമാകുന്ന ദൈവീകമായിരിക്കുന്ന അവസ്ഥ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുമ്പോൾ അവിടെ സർവത്ര ജീവജാലങ്ങളുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകുന്നു. സർവത്രമായിരിക്കുന്ന ജീവജാലങ്ങളുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകും. അതിനെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും. അപ്പോഴേ അവിടെ ഈ ഗോവർദ്ധന പർവ്വതം എന്ന് പറയുന്ന ഒരു സങ്കല്പം തന്നെ ഉണ്ടാക്കിയെടുത്തത് അവനവന് ബോധ്യപ്പെടുത്താനുണ്ട്. അത് ഭഗവാൻ ഉയർത്തിയതും അതിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഭഗവാൻ ഇതിന്റെ ഒന്നും ഉയർത്തേണ്ട ആവശ്യമില്ല, ഈ മഴയെന്ന് നിർത്തിയാൽ മതി. ഇല്ലേ? ഇന്ദ്രദർഭഹരണം, ഇന്ദ്രന്റെ അഹങ്കാരത്തെ മാത്രം അവിടെ ചോദിപ്പിച്ചാൽ മതിയായിരുന്നു. ഗോവർദ്ധനത്തെ ഉയർത്തേണ്ടത് വന്നില്ല, ഉയർത്താതിരുന്നാൽ മതിയായിരുന്നു. അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. പർവ്വതത്തെ ഉയർത്തിയത് കൊണ്ട് എന്താ കാര്യം? ഇന്ദ്രന്റെ അഹങ്കാരത്തെ ശമിപ്പിക്കാനാണ് ഗോവർദ്ധന പർവ്വതത്തെ, ഇല്ലേ? ആ മഴയെയും കാറ്റിനെയും ഒക്കെ തടഞ്ഞു നിർത്താൻ നമ്മളോട് പറഞ്ഞു. പക്ഷെ അതിന് മാത്രമല്ലായിരുന്നു പറഞ്ഞത്. എന്താണ്? യഥാർത്ഥമായിരിക്കുന്ന സമൂഹത്തിൽ ഈ ലോകത്ത് ഏറ്റവും പൂജിക്കപ്പെടേണ്ടത് എന്താണ്? ആരാധിക്കപ്പെടേണ്ടത് എന്താണ്? പ്രകൃതിയാണ് പൂജിക്കപ്പെടുന്നത്. അത് ആദ്യം പറഞ്ഞു തന്നത് നമ്മളോട് ആരാണ്? ഭഗവാൻ ഭാഗവതത്തിൽ പറഞ്ഞു തന്നു. നിങ്ങൾ ഇന്ദ്രനെ ഒന്നും അല്ല പൂജിക്കേണ്ടത്. പിന്നെന്തിനാണ്? നമ്മളെല്ലാവരും പശുവിനെ കൊണ്ട് ജീവിക്കുന്നവരാണ്. ഈ പശുവിനെ കൊണ്ട് ജീവിക്കുന്ന നമുക്ക് വേണ്ടത് എന്താണ്? വെള്ളം. ഈ വെള്ളം കിട്ടുന്നത് എവിടുന്നാണ്? ഈ പർവ്വത നിരകൾ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ആ പർവ്വതമാണ് യഥാർത്ഥമായ വിധത്തിൽ ഇവിടെ വളക്കൂറിനെ ഉണ്ടാക്കി വെള്ളത്തെ താങ്ങി നിർത്തി എല്ലാം ചെയ്യുന്നത് ആ പർവ്വത നിരകളാണ് എങ്കിൽ പർവ്വതമാകുന്ന പ്രകൃതിയാണ് നമ്മൾ പൂജിക്കേണ്ടത്. ആദ്യം നമ്മളോട് അത് ഈശ്വരൻ പറഞ്ഞു തന്നത്, അല്ലാതെ ഭഗവാനെ പൂജിക്കാൻ പറഞ്ഞു തന്നതല്ല. മറിച്ചിട്ട് ബ്രഹ്മദേവനെയും വിഷ്ണുവിനെയും ശിവനെയും അന്ന് പറഞ്ഞോ ഒരു ഭാഗ്യസൂക്താർത്ഥം നടത്താൻ ഭഗവാൻ പറഞ്ഞു? ഇല്ല. പിന്നെന്താണ് പറഞ്ഞത്? പ്രകൃതിയെ പൂജിക്കാൻ. അതാണ് ഭഗവാൻ ആദ്യം ചെയ്തത്, പറഞ്ഞു തന്നത്. പ്രകൃതിയെ പൂജിക്കാൻ. എല്ലാവരെയും കൊണ്ട് പ്രകൃതിയെ പൂജിക്കും. ആ പ്രകൃതിയെ പൂജിച്ചു കഴിഞ്ഞാൽ പ്രകൃതി നമുക്ക് സുരക്ഷിതത്വം നൽകുന്നതാണ്. ആ പ്രകൃതി നമുക്ക് സംരക്ഷണം നൽകുന്നു. അതെങ്ങനെയാണ് എന്ന് ചോദ്യത്തിനുള്ള മറുപടിയായിരുന്നു ഗോവർദ്ധന പർവ്വതത്തെ ഭഗവാൻ തന്റെ ഒരൊറ്റ വിരലില് ഉയർത്തിയത്. എന്നിട്ട് എന്ത് ചെയ്തു? തന്റെ കയ്യിലിരുന്ന ആ ഓടക്കുഴലുമായി വിളിച്ചപ്പോ സർവ്വ ഐശ്വര്യങ്ങൾക്കും നാഥത്വം ഉണ്ടായിരുന്ന സകല ഐശ്വര്യങ്ങൾ എന്ത് ചെയ്തു? ഭഗവാന്റെ അടുക്കലേക്ക് വന്നു. നമ്മുടെ ആൾക്കാർ പറയുന്നില്ലേ, ഗണകൃഷ്ണന്റെ കയ്യിൽ ഓടക്കുഴൽ വെക്കല്ലെന്ന് പറയുന്നവൻ എന്ത് ചെയ്തിട്ടില്ല? ഗോവർദ്ധന പർവ്വതത്തിന്റെ കഥ വായിച്ചിട്ടില്ല. ഭാഗവതം വായിക്കാത്തവനാണ് വന്നിരുന്ന ഓടക്കുഴൽ വെക്കരുതെന്നും അത് ചെയ്യരുതെന്നും ഇത് ചെയ്യരുതെന്നും ഒക്കെ പറയാം. ഇത് പറയുന്നവനെ ഇരുത്തി ഗോവർദ്ധന പർവ്വതത്തെ വായിച്ച കഥ വായിക്കാൻ പറയും. നമ്മൾ വായിച്ചു കൊടുക്കരുത്, അവനെ കൊണ്ട് വായിക്കും. ഈ പറയാൻ വരുന്നവരെ കൊണ്ട് ഇത് വായിക്കില്ല, മൊത്തം വായിച്ചു പറഞ്ഞിട്ട് പോയാൽ മതി. അതിൽ പറയുന്നത് ഓടക്കുഴൽ വായിച്ചപ്പോൾ സർവലതും അടുത്തേക്ക് വന്നു, അല്ലാതെ ഓടക്കുഴൽ വായിച്ചപ്പോൾ ഇതെല്ലാം ഓടിപ്പോവല്ല. ഓടക്കുഴൽ വായിച്ചപ്പോൾ ഭഗവാന്റെയും കാലികളെ മേയ്ക്കുന്നതിന് വേണ്ടിയിട്ട്
ഇങ്ങനെ വെളിയിലോട്ട് പോകുന്ന സമയത്ത് വൈകിട്ട് എല്ലാവരും കൂടി തിരിച്ച് വരാൻ തുടങ്ങുമ്പോൾ പശുക്കളും കിടാവുകളും എല്ലാം ദൂരെ ദൂരെ സ്ഥലങ്ങളിൽ ഇരിക്കുന്നു. അപ്പൊ ഗോപാലന്മാർ വന്ന് കൃഷ്ണന്റെ അടുത്ത് വന്നിട്ട് പറയും, കൃഷ്ണ, പശുക്കളെ ഒന്നും കാണാനില്ല, ഇവരെല്ലാം ഇങ്ങോട്ട് എങ്ങനെയാ വിളിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എന്ത് ചെയ്യും? കൃഷ്ണൻ തന്റെ കയ്യിലിരിക്കുന്ന ഓടക്കുള്ളിലെടുത്ത് വായിക്കും. അപ്പൊ എന്ത് ചെയ്യും? അങ്ങ് ദൂരെ നിൽക്കുന്ന പശുക്കളും പശുക്കുട്ടികളും എല്ലാം എന്ത് ചെയ്യും? തന്റെ കണ്ണം വിളിക്കുന്നല്ലോ എന്ന് ബോധ്യമായിട്ട് അതെല്ലാം ഓടി വരും. ഓടി വന്നിട്ട് എന്ത് ചെയ്യും? ആ ഭഗവാന്റെ ചുറ്റിനും ഇങ്ങനെ അങ്ങോട്ട് നിൽക്കും. ഭഗവാന്റെ ചുറ്റിനും അങ്ങോട്ട് നിൽക്കുമ്പോൾ ആ പശുക്കിടാക്കളൊക്കെ അങ്ങോട്ട് ചെന്ന് ഭഗവാന്റെ ദേഹത്തോട്ട് ചാരി അങ്ങ് നിൽക്കും. ഭഗവാൻ ഇങ്ങനെ ഓടക്കുഴൽ നാദം വായിച്ച് 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 ഇരിക്കുന്ന സമയത്ത് എന്തുണ്ടാവും? ആനന്ദകരമായിരിക്കുന്ന ഒരു അനുഭൂതി. ആ ആനന്ദകരമായിരിക്കുന്ന ഒരു അനുഭൂതി നൽകുന്നത് ഒന്നാണ് എന്ത്? ആ ഓടക്കുഴൽ നാദം. അതുകൊണ്ടാണ് ഭഗവാൻ ഓടക്കുഴലിൽ ഈ ആനന്ദത്തെ നൽകുന്ന ആളാണ് ഭഗവാൻ. അതിനാണ് ഈ ഓടക്കുഴലിൽ കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ആരുടെ ഐശ്വര്യത്തെ ഊതിക്കളയാതൊന്നുമല്ല. അത് പറയുന്നവൻ അത്രേ ഉള്ളൂ, ഇല്ലേ? പറയുന്ന ആളിന് അത് മാത്രമേ അറിയത്തുള്ളൂ. ഇതെന്തോ സംഭവമാണെന്ന് മൊത്തം പൂർണ്ണമായിട്ട് പിടികിട്ടിട്ടില്ല. പിടികിട്ടാത്തതുകൊണ്ട് എന്ത് ചെയ്യണം? ഇത് പറയുന്നവരോട് നമ്മൾ പറയണം, വരാൻ പറയണം. നമ്മുടെ വീട്ടിലോട്ട് വിളിച്ചുകൊണ്ട് പോയിട്ട് അവിടെ ഇരിക്കാൻ പറയണം. ഭാഗവതം എടുത്തിട്ട് ഗോവർദ്ധനോദ്ധാരണം എന്ന് പറയുന്ന ഭാഗം എടുത്ത് കൈ കൊടുക്കണം, വായിക്കാൻ പറയണം. അല്ല, നിങ്ങൾ വായിക്കല്ല, വായിച്ചിട്ട് പോയാൽ മതി. നമുക്ക് ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായിട്ട് പോയാൽ ഓടക്കുഴൽ വായിക്കുന്നത്, ഓടക്കുഴൽ കൃഷ്ണന്റെ വിഗ്രഹത്തെ വെക്കുന്നത് തെറ്റാണ്, ശരി, സമ്മതിച്ചു, ഇതിന്ന് വായിക്കും. ഓരോ വരിയും വായിച്ച അർത്ഥം പറയാം. അപ്പൊ പറയുന്നത് എനിക്കിത് അറിയത്തില്ല, ഇതിനെപ്പറ്റി മിണ്ടിയത്. ഞാൻ കാശ് കൊടുത്ത് ഞാൻ കൃഷ്ണന്റെ വിഗ്രഹം കഴിച്ച് എന്റെ കൃഷ്ണന്റെ ഓടക്കുഴൽ വെക്കണോ വേണ്ടോ ആര് തീരുമാനിക്കും? ഞാൻ തീരുമാനിക്കും. നിങ്ങളുടെ വീട്ടിൽ കൃഷ്ണനെ വെക്കുമ്പോൾ ഓടക്കുഴൽ വെക്കാതിരിക്കുക, വെക്കുവോ വെക്കാതിരിക്കുക. എന്റെ വീട്ടിൽ അത് വെക്കാവുന്നുള്ളത് കൊണ്ടാണ് ഈ വിഗ്രഹത്തിൽ ഇത് വെച്ച് തരുന്നത്, ഇല്ലേ? ഇത് വെക്കാവുന്നുള്ളത് കൊണ്ടാണ് വിഗ്രഹത്തിൽ ഇത് വെച്ച് വരുന്നത്. ധ്യാനങ്ങളുണ്ട്. ഭഗവാൻ ഓടക്കുഴൽ വായിച്ചിരിക്കുന്ന കൃഷ്ണന്റെ ധ്യാനങ്ങളുണ്ട് നിരവധി. പണ്ടുള്ളവർ മണ്ടന്മാരായിട്ട് അപ്പൊ പറയും, ഞാൻ എന്റെ ഒരു ആശയം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ, അല്ല അത് അക്കാര്യത്തിൽ തീരുമാനമായിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞാൽ അവിടെ ഇരുത്തി വായിക്കണം. അല്ലെങ്കിൽ അവര് നമ്മൾ എന്ത് പറയണം? ഇത് വായിച്ചില്ലെങ്കിൽ നമ്മൾ എലന്തൂരോട്ട് പറഞ്ഞു എന്ന് പറയണം. എലന്തൂർ പോയ ഐശ്വര്യം വേണോ? ഇവിടെ ഇരിക്കണം. ഇത് വായിക്കുന്നില്ല, അവിടെ ഇരുന്ന് വായിക്കും. എന്തോ എലന്തൂരാണ്, പത്രമൊന്നും വായിക്കത്തില്ല, മൊബൈലിൽ ഇങ്ങനെ ചുരണ്ടലേ ഉള്ളൂ, വായിക്കത്തില്ലെന്നു. നിങ്ങളുടെ നാട്ടിലുള്ള സ്ഥലമാണ് എലന്തൂർ. എത്ര നല്ല സ്ഥലമാണ് അറിയുന്നത്. എലന്തൂർ ഗണപതി ക്ഷേത്രം, എലന്തൂര് അനവധി ക്ഷേത്രങ്ങളുള്ള സ്ഥലമാണ്. നാരായണമംഗലം ക്ഷേത്രം, ഓമല്ലൂർ രക്താനന്ദ സ്വാമി ക്ഷേത്രം, അങ്ങനെ ഒരുപാട് ഒരുപാട് പവിത്രമായിരിക്കുന്ന സ്ഥലങ്ങൾ ഉള്ളിടത്താണ്, അല്ലേ? പക്ഷെ സ്വാഭാവികം. അപ്പൊ അങ്ങനെ ഗോവർദ്ധന പർവ്വതത്തിന്റെ പ്രാധാന്യം നമുക്ക് പറഞ്ഞു തരുന്നതിന്റെ വിശേഷം ഇതാണ്. ആ അത്രമാത്രമുള്ള ഗോവർദ്ധന പർവ്വതം എന്ന് പറയുന്ന പ്രകൃതിയെ പൂജിക്കുവാൻ നമ്മളോട് പറഞ്ഞു തന്നത് ആരാണ്? ഈ ഭഗവാൻ. അപ്പൊ എപ്പോഴും നമ്മൾ പ്രകൃതിയെ നമ്മൾ പ്രകൃതിയെ പൂജിക്കാറുണ്ടോ? പ്രകൃതിയെ പൂജിക്കാറുണ്ടോ? ഇത്രയേ ഉള്ളൂ. എന്തോ ഈ പ്രകൃതിയെ പൂജിക്കാൻ? എന്തോ ചെടികൾ വെച്ച് പിടിപ്പിക്കും, സംരക്ഷിക്കും. അത് അവസരമാക്കുന്നു, പഴിയാക്കുന്നു ഭഗവാൻ ഇതെല്ലാം കൊണ്ടൊന്നും ഭഗവാൻ കൊടുക്കും, പൂക്കളല്ലായി. അതിനു വേണ്ടിയിട്ട് പ്രകൃതിയായി പൂജിക്കപ്പെടുവാൻ നമുക്ക് സാധ്യമാകണം. ഇത്രയും ചെയ്യാൻ നമുക്കുള്ളൂ. നല്ല വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ, നല്ല നല്ല വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ. പ്രകൃതിയിൽ നിന്നും ഒന്നും നമ്മളുടേതല്ല, പക്ഷെ പലതും നമുക്ക് പ്രകൃതിയിൽ നിന്നും മാറ്റിയെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗങ്ങളാകുകയുള്ളൂ. പക്ഷെ എങ്കിൽ പോലും പ്രകൃതിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ പറ്റാത്ത വിധത്തിൽ, പ്രകൃതിയെ മോശമാക്കാത്ത വിധത്തിലുള്ളത് ചെയ്യുവാൻ നമ്മൾ പരിശ്രമിക്കപ്പെട്ടാൽ പലതും നമുക്ക് സാധ്യമാണ്. പ്രകൃതി നമുക്ക് ഏറ്റവും വളരെ വിശേഷമാണ്. അതുകൊണ്ടാണ്
അനാവശ്യമായിരുന്ന അന്ധവിശ്വാസങ്ങൾ നമുക്ക് ഇല്ല എന്ന് ധൈര്യപൂർവ്വം ആരോട് വേണമെങ്കിലും നമുക്ക് പറയാം. പ്രകൃതിയെ പൂജിക്കണമെന്ന് പറഞ്ഞ ഒരേ ഒരു സംസ്കാരം നമ്മളുടേത്. അതാരേ ഉള്ളൂ? ഭഗവാൻ നമ്മുടെ കൃഷ്ണനെ പറഞ്ഞിട്ടുള്ളൂ. പ്രകൃതിയെ പൂജിക്കാൻ പറഞ്ഞു. നമ്മളിവിടെ അവനവന്റെ കുലദേവതയെയും കുലധർമ്മത്തെയും ആചരിക്കാൻ പറഞ്ഞു. കുലധർമ്മത്തെയും കുലദേവതയെയും ആചരിക്കാൻ നമ്മളോട് പറഞ്ഞു തന്ന് നമ്മളുടെ സംസ്കാരത്തെ നന്നായി ശ്രദ്ധിക്കാൻ പറഞ്ഞപ്പോ നമ്മളോട് പറഞ്ഞു തന്നു. പിന്നീട് വന്നവർ പറഞ്ഞു പെറ്റമ്മയും പിറന്ന നാടും ഒക്കെ നമുക്ക് സ്വർഗത്തേക്കാൾ മഹത്തരമാണെന്നൊക്കെ നമുക്ക് ഓരോരുത്തരും നമുക്ക് പല വിധത്തിൽ പല രൂപങ്ങളിൽ ഇതേ സങ്കല്പങ്ങൾ തന്നെ നമുക്ക് പറഞ്ഞു തന്നപ്പോ നമ്മളത് മനസ്സിലാക്കപ്പെട്ടു. അപ്പൊ അങ്ങനെ ആ ഗോവർദ്ധന പർവ്വതത്തെ ഉയർത്തിക്കൊണ്ട്, ഗോവർദ്ധന പർവ്വതം ഇങ്ങനെയുണ്ട്, ആ ഗോവർദ്ധന പർവ്വതത്തിലേക്ക് ഇന്നുണ്ടായി ഭഗവാൻ അവിടെ നിന്നും ആ വൈകുണ്ഠത്തിൽ നിന്നും യമുനയും ഗംഗയെയും യമുനയും ഒക്കെ തുടങ്ങിയ സാഗര തീർത്ഥങ്ങളുടെ സാന്നിധ്യത്തെ കൊണ്ടുവന്നു എന്നാണ്. എപ്പോഴും ഉണ്ടാകുന്നത് തീർത്ഥങ്ങളെ സേവിക്കപ്പെടാനാണ് നമ്മളോട് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വെള്ളത്തിൽ കുളിക്കുമ്പോൾ പോലും നമ്മളോട് പറഞ്ഞത് വെറുതെ ഇറങ്ങി വെള്ളത്തിൽ കുളിക്കാനില്ല പറയുന്നത്, കുളിക്കുന്ന വെള്ളം തീർത്ഥമാക്കണമെന്നാണ്, ഉപയോഗിക്കുന്ന ജലം തീർത്ഥമാക്കണമെന്നാണ് പറയുന്നത്. അതെല്ലാ കാര്യങ്ങളിലും നമ്മൾ അത്രമാത്രം ശുദ്ധി ഉണ്ടാകും. രാവിലെ വിളക്ക് കത്തിക്കുന്ന സമയത്ത് കിണ്ടിയിൽ വെള്ളം വെക്കില്ലേ? വെക്കുവോ? എന്നിട്ട് പിറ്റേ നടത്തുന്നത് കളയും, വീണ്ടും എടുത്തു. ആ വെള്ളം എന്തിനുള്ള? ഭഗവാനെ ദാഹിച്ചാൽ കേട്ടില്ല? തീർത്ഥമാക്കിയിട്ട് വേണം അത് കളിക്കാൻ. ചുമ്മാ നമ്മൾ വെച്ച് അതിന്റെ മണ്ടയ്ക്ക് ഒരു പൂവും വെച്ചിട്ട് ഇല്ലേ, ചില കുട്ടിയൊക്കെ നമ്മൾ അലങ്കരിച്ചേക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഗംഭീരമായിട്ടൊക്കെ അലങ്കരിച്ച് വെച്ചേക്കുന്നത് ഇല്ലേ, നിറച്ച് ചന്ദനവും സിന്ദൂരവും ഒക്കെ തൊഴിയിച്ച്. പക്ഷെ അതിനുള്ളതല്ല. ആ കിണ്ടിയിലെ ജലം എന്ത് വേണം? അത് തീർത്ഥമാകണം. എന്നിങ്ങനെ തുളസിയിലെ അതിലിട്ടിട്ട് 7 പേരെ വിളിച്ചോണ്ട് വരണം. 7 പേരെ വിളിച്ചോണ്ട് വരണം. ആരാണ് 7 പേര്? 7 തീർത്ഥങ്ങളെ കൊണ്ടുവരണം. ആരൊക്കെയാണ്? ഗംഗ, യമുന, ഗോദാവരി, സരസ്വതി, നർമ്മദ, സിന്ധു, കാവേരി. ഈ 7 പേരെ വിളിക്കണം. ഗംഗേച്ച യമുനേച്ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം സർവതീർത്ഥ സന്നിഹിതാം സിന്ധു സന്നിഹിതാം സിന്ധു സന്നിഹിതാം സിന്ധു എന്ന് പറഞ്ഞത് തീർത്ഥമാക്കിയിട്ട് വേണം ഇതവിടൊക്കെ കളിക്കാൻ. പരിശുദ്ധമാക്കണമില്ല, എല്ലാത്തിനും ഒരു ദൈവീകമായിരിക്കുന്ന ഒരു പവിത്രത കൊടുക്കുന്നത് കൊണ്ടാണ്. എല്ലാ കാര്യങ്ങൾക്കും പവിത്രത കൊടുക്കും. അരി ഇടുമ്പോൾ പോലും നമ്മളോട് പറഞ്ഞ മന്ത്രം കഴിയും അല്ലേ? ഏതാ അരി ഇടുന്ന മന്ത്രം? നമ്മൾ അരി ഇടത്തില്ലല്ലോ, കുക്കറിനകത്ത് വെച്ചേക്കത്തല്ല അല്ലേ? എല്ലാം ഒന്നിച്ചാക്കി അവിടെ വെച്ചേക്കത്തേ ഉള്ളൂ. ഒരു സമയമാകുമ്പോൾ അതാവും, ഒരു സമയമാകുമ്പോൾ നമ്മൾ വിളമ്പും അല്ലേ? നമ്മളോട് പറയുന്നത് ഓരോ കാര്യങ്ങൾക്കും കഴിക്കുന്ന ആഹാരം മനസ്സിനെ നിയന്ത്രിക്കുന്നതാണ്, നമ്മുടെ മനോതലത്തെ നിയന്ത്രിക്കുന്നതാണ്. അന്നം ഹി മന, കഴിക്കുന്ന ആഹാരം മനസ്സിനെ നിയന്ത്രിക്കുന്നതാണ്. കഴിക്കുന്ന ആഹാരത്തിന് പോലും ദൈവികത. എന്താണ്? കയ്യിൽ ആഹാരം അരി എടുത്ത് വെച്ച് പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത്. ആഹാരം പാകം ചെയ്യുന്നതിന് മുമ്പ് അത് പ്രാർത്ഥിച്ചു വേണം. ആരെ? അന്നത്തിന്റെ ദേവതയെ, അന്നപൂർണേശ്വരി. ഏതായിരുന്നു മന്ത്രം? അന്നപൂർണേ സദാപൂർണേ ശങ്കരപ്രാണവല്ലഭേ ജ്ഞാന വൈരാഗ്യ സിദ്ധ്യർത്ഥം ഭിക്ഷാം ദേഹി ച പാർവതി. അന്നം മുട്ടത്തില്ല. കഴിക്കുന്ന ഈ ആഹാരം ഒരിക്കലും കുറവുണ്ടാകത്തില്ല. വിശപ്പ്, ഭയങ്കര വിശപ്പ് ഭഗവാൻ കാണിച്ചു. വിശപ്പെന്ന് വെച്ചാൽ ഭയങ്കര വിശപ്പ്. പാർവതിയെ ചോദിച്ചു എന്താ കാര്യം ചോദിച്ചപ്പോൾ എനിക്ക് ഭയങ്കര വിശപ്പ്. വിശപ്പ് മാറുന്നു. അപ്പൊ എന്ത് ചെയ്തു? ഭഗവതി പറഞ്ഞു കൊടുത്തു, അന്നത്തിന്റെ ദേവതയായിരിക്കുന്ന അന്നപൂർണേശ്വരിയെ പ്രാർത്ഥിക്കാൻ. അങ്ങനെ ഭഗവാൻ ശ്രീ പരമേശ്വരൻ അന്നപൂർണേശ്വരിയെ പ്രാർത്ഥിച്ചു. കണ്ണു തുറന്നു നോക്കിയപ്പോ എന്താണ്? ഒരു കയ്യിൽ പാത്രം നിറയെ ചോറും ഒരു കയ്യിൽ തവിയുമായി ആര് നിൽക്കുന്നു? അന്നപൂർണേശ്വരൻ രൂപമാണ്. ഒരു പാത്രം നിറയെ ചോറും ഒരു കയ്യിൽ തവിയുമായി നിൽക്കുവാണ്. അതും ആഹാരം വിളമ്പാനാ വരുന്നത് അന്നപൂർണേശ്വരി. ആരാ? പാർവതിയാണ്.
നമ്മുടെ വീട്ടിലും അന്നപൂർണേശ്വരിമാരുണ്ടല്ലേ, ഭക്ഷണം പാകം ചെയ്ത് അല്ല, അന്നപൂർണേശ്വരിമാരാണ് നമ്മുടെ വീട്ടിൽ. ആഹാരമൊക്കെ മാതൃഹസ്തേന പോലെ അമ്മയുടെ കയ്യിൽ നിന്നാണ് ആഹാരം. അപ്പൊ ആ ആഹാരമൊക്കെ തയ്യാറാക്കിയിട്ട് ഓരോരുത്തർ നെഞ്ചത്ത് കയ്യിലിട്ട് എന്റെ ഭഗവാനെ ഇങ്ങനെയൊന്നും അറിയുന്നില്ലല്ലോ, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അവസാനം ഗർഗഭാഗവതം പറയണമെന്നൊക്കെ കുടുംബകലഹത്തിൽ വൈകിട്ടങ്ങ് ഞാൻ അന്നപൂർണ്ണ അപ്പൊ അങ്ങനെ ആഹാരം ദേവതയാണെന്ന്. അതുകൊണ്ടാണ് സ്ത്രീത്വത്തിന്റെ ഒരു പവിത്രതയും ബലവും അത് തന്നെയാണ്. സ്ത്രീ ഓരോ ദിവസവും മഹാലക്ഷ്മി, ഈ നവരാത്രി കാലത്തിന്റെ സവിശേഷത ഏതാണ്? ഈ നവരാത്രി കാലങ്ങളിൽ ഏറ്റവും പൂജിക്കപ്പെടേണ്ടത് ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ വീട്ടിലുള്ള സ്ത്രീകൾ. നമ്മുടെ അമ്പലത്തിൽ, ദേവിയുടെ അമ്പലത്തിൽ പോയി വഴിപാട് കഴിക്കാനല്ല നവരാത്രി നമുക്ക് തന്നത്. പിന്നെന്താണ്? നമ്മളുടെ വീട്ടിലുള്ള സ്ത്രീകളെ പൂജിക്കപ്പെടുക. നമ്മുടെ വീട്ടിലുള്ള സ്ത്രീകൾക്ക് ഒരു പവിത്രതയും പരിപാവനതയും ഉണ്ട് എന്ന് സമൂഹത്തിനും സ്വയം ബോധ്യപ്പെടുവാനുമുള്ളതാണ് നവരാത്രി. ആ നവരാത്രി കാലങ്ങളിൽ അതുകൊണ്ടാണ് ഈ 9 ഭാവങ്ങൾ ഭഗവതിയുടെ പറയുന്നത്. ഈ 9 ഭാവങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്നതും അതുതന്നെയാണ്. നവരാത്രി കാലങ്ങൾ എന്ന് പറയുന്നത് പോലും ഭഗവതിക്ക് അത്ര സവിശേഷതയുണ്ട് എന്നാണ്. നമ്മളുടെ വീട്ടിലുള്ള സ്ത്രീകളുടെ സവിശേഷതയും ഗുണത്തെയും ബലത്തെയും ഒക്കെ നമുക്ക് ബോധ്യപ്പെടുത്താനുള്ള സമയമാണ് എന്ത്? നവരാത്രി പോലും. നമ്മൾ നവരാത്രി കേൾക്കുമ്പോൾ നമ്മുടെ ആകെ അറിയാവുന്ന എന്താണ്? നമ്മുടെ അമ്പലങ്ങളിൽ പോയി, ദേവിയുടെ അമ്പലത്തിൽ പോയി തൊഴാം. ഏതാണ് യഥാർത്ഥ ദേവി? നമ്മുടെ വീട്ടിലുള്ള ദേവിമാരാണ്. നമ്മുടെ വീട്ടിലുള്ള ദേവിമാർക്ക് കൊടുക്കുന്ന മാന്യതയും അവസ്ഥയും ഗുണവുമാണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് എന്ന് നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. പക്ഷെ നമ്മളതൊന്നും ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ്. ഇതൊന്നും ഇവിടെ ഉള്ളവരല്ല. ഇവിടെ എല്ലാ ഈശ്വരന്മാരും ഈശ്വരിമാരും ഭഗവാന്മാരും ഭഗവതിമാരും ഇതിനുള്ള വിശ്വാസം അങ്ങനെ ഇരിക്കട്ടെ എന്നും പറയുന്നില്ല. എല്ലാ ലോകനാണ്, എല്ലായിടവും എല്ലാവരും നല്ലവരും. ഒരിടത്തും ഇല്ല മോശമായിട്ടുള്ളൂ, എല്ലായിടവും നല്ലതാണ്. നമുക്ക് കാണുന്നതാണ് നല്ല വിശേഷം. അവയിലെ നല്ലതിനെ നമുക്ക് കാണാൻ സാധിക്കും. നല്ലതിനെ കാണാൻ നമുക്ക് സാധിച്ചെങ്കിൽ മാത്രമേ ആ നല്ലതിനെ എങ്ങനെയാണ് നമ്മൾ കാണുന്നത്? നമ്മുടെ കണ്ണിന്റെ കാഴ്ച. ആ നമ്മുടെ കണ്ണിന്റെ കാഴ്ച നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിനെ നല്ലതായിട്ട് കാണാൻ സാധ്യമാവുകയുള്ളൂ. എന്നിട്ട് പിന്നെ പറയുന്നതോ, ഈ ഗോവർദ്ധന പർവ്വതത്തിലേക്ക് ഭഗവാൻ വൃന്ദാവനത്തിൽ നിന്നും എല്ലാ തീർത്ഥങ്ങളെയും കൊണ്ടുവന്ന് എല്ലാ ഔഷധങ്ങളെയും കൊണ്ടുവന്നു എന്നാണ്. അനവധി ഔഷധ ഗുണങ്ങളുള്ള സങ്കല്പങ്ങളെ, പ്രത്യേകിച്ച് ചന്ദ്രനാണ് ഔഷധവീര്യമുള്ളതെന്ന്. ചന്ദ്രനാണ് ഔഷധവീര്യമുള്ളതെന്ന്. ജാതകത്തിലൊക്കെ നമ്മൾ ജാതകമൊക്കെ നോക്കുമ്പോൾ ചന്ദ്രനാണ് ഔഷധത്തിന്റെ ദേവത. അതുകൊണ്ടാണ് ചന്ദ്രനെ ഔഷധീശൻ എന്ന് പറയുന്നത്. ചന്ദ്രന്റെ ഗുണം എത്രത്തോളം ഉണ്ടെന്നുള്ളതനുസരിച്ചിട്ടാണ് ജാതകത്തിലൊക്കെ സന്താനയോഗം ഉണ്ടോ എന്നും ആ മരുന്ന് കഴിച്ചാൽ രോഗം മാറുമോ എന്നും ഒക്കെ ചിന്തിക്കുന്നത് ആരെ കൊണ്ടാണ്? ചന്ദ്രനെ കൊണ്ടാണ്. അതുകൊണ്ടാണ് ചന്ദ്രൻ ബലമുള്ള ദിവസമായിരിക്കുന്ന തിങ്കളാഴ്ച ദിവസം നല്ലതാണ് എന്ന് പറയുന്നത് പലതിനും. അപ്പൊ നല്ലതായിട്ട് കൊണ്ടുപോകാവുന്ന തിങ്കളാഴ്ച നല്ല ദിവസം എന്ന് പറയുന്നതും തിങ്കളാഴ്ച വ്രതം എടുക്കുന്നത് നല്ലതാണെന്നൊക്കെ പറയുന്നത് ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾക്കും നല്ലതാണ്. പിന്നെന്തിനാണ് ശനിയാഴ്ച വ്രതം നമ്മൾ പിന്നെടുക്കുന്നത്? രോഗം മാറാനാണ്, ഇല്ലേ? രോഗം മാറുന്നതിന് നമ്മൾ നോക്കുന്ന ഏതാണ്? ശനിയാഴ്ച വ്രതം എടുക്കുന്നത്, ഇല്ലേ? പിന്നെന്തിനാണ് ശനിയാഴ്ച വ്രതം എടുക്കുന്നത്? ശനിദോഷം ഉണ്ടാകും. ശനിയുടെ ദോഷങ്ങളിൽ ഒന്നാണ് എന്താണ്? ശനി എന്ന് പറയുന്നത് മരണകാരകനും മാരകകാരകനും രോഗകാരകനുമാണ് ശനി. രോഗം കൊണ്ടുവരുന്നത് ആരാണ്? ശനിയാണ്. രോഗത്തെ മാറ്റുന്നത് ആരാണ്? ചന്ദ്രനാണ്. രോഗം മാറുന്നതിന് എന്ത് വേണം? ചന്ദ്രന്റെ ആയിരിക്കും. രോഗം വരാതിരിക്കുന്നതിന് ആര് വേണം? ശനി വേണം. അപ്പൊ അങ്ങനെ
പക്ഷെ ശനിക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. ആർക്കും ഇല്ലാത്തൊരു ഗുണം ശനിക്കുണ്ട്. എന്താണെന്നറിയോ? ശനിയാണ് ഭാഗ്യകാരൻ. നമുക്ക് ഭാഗ്യം നൽകുന്നത് ആരാണ്? ശനിയാണ്. ശനിയാണ് ഏറ്റവും നല്ലത്. ഗ്രഹങ്ങളിൽ ഏറ്റവും ശക്തനും ആരാണ്? ശനിയാണ്. എല്ലാവർക്കും പേടിയും ചാരയാണ് ശനിയാണ്. എല്ലാവർക്കും പേടിക്കുന്നത് കൊണ്ടാണ് ശനി ശക്തനായതുകൊണ്ടാണ്. ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ പവിത്രതയുണ്ട് എന്നാണ്. അതുകൊണ്ടാണ് ദിവസം നമുക്ക് ജപിക്കാവുന്നതാണ് എന്ത്? നവഗ്രഹ സ്തോത്രം. ഇല്ലേ? ജപിക്കാറുണ്ടോ? ജപാകുസുമ സംഘാശംഘാശമേ മഹാവീം തമോലിം സർവപാപഘ്നം പ്രണതോസ്മി ദിവാകരം ഋഷംഗതുഷാലാഭം ക്ഷീരോദാരണ സംഭവം നമാമി ശശിനം സോമം സംഭവ മകടഭൂഷണം. ഇല്ലേ? നവഗ്രഹ സ്തോത്രം ദിവസവും ജപിക്കാവുന്നതാണ്. ദിവസവും രാവിലെ പ്രകൃതിയെ പ്രാർത്ഥിക്കപ്പെടുന്നതിൽ ഒന്നാണ് എന്ത്? ഈ പറയുന്ന നവഗ്രഹ സ്തോത്രം. പക്ഷെ ആദ്യം ജപിക്കേണ്ട മന്ത്രം ഏതാണ്? ആദ്യം ജപിക്കേണ്ട മന്ത്രം ആരാണ്? അതൊക്കെ കിഴക്കപ്പായിരുന്നു. അതൊക്കെ ഇപ്പൊ അതല്ല, അതൊക്കെ പോട്ടെ. ഒക്കെ എഴുന്നേറ്റ് വന്ന് കുളിയൊക്കെ കഴിഞ്ഞു. കുളിച്ചിട്ടൊക്കെ മതി. എളുപ്പമുണ്ട്. ഗണപതി എത്തിയോ? മാറ്റമുള്ളൂ. ഇന്നലെ എങ്ങനെ മാറി ഒന്നും അറിഞ്ഞില്ല. ഇന്നലത്തെ പത്രം വായിച്ചില്ലല്ലേ? ആദ്യം ജപിക്കേണ്ടത് ആരെയെന്നറിയോ? നമ്മുടെ അമ്മയെ തന്നെ. നമ്മുടെ മാതാപിതാക്കൾ കഴിഞ്ഞു. നമ്മുടെ മാതാപിതാക്കൾ കഴിഞ്ഞേ ഉള്ളൂ ആരും. ആ തലത്തിലേക്ക് നമ്മൾ വരണം. എന്റെ മക്കള് കാണണം ഞാൻ എന്റെ മാതാപിതാക്കളെ നന്നായി നോക്കും. എന്റെ മക്കള് കാണണം എന്റെ മാതാപിതാക്കൾക്ക് ഞാൻ കൊടുക്കുന്ന, എന്റെ ജീവിതത്തിൽ കൊടുക്കുന്ന സ്ഥാനം എന്താണ്. എങ്കിലേ നാളെ എന്ത് സത്യം ടീമൊബൈലുകാർക്ക് കറക്റ്റായിട്ട് അറിയാം. അവരുടെ നമ്മൾ ഇപ്പോഴാണെന്ന് പറയും പല്ലി ചലിക്കുന്ന ശബ്ദം കിട്ടുമ്പോൾ സത്യമാണ്. ഇത് ടീമൊബൈലുകാർക്ക് പക്ഷെ അത് സത്യം വിളിക്കും. അവരതുകൊണ്ട് പറയും അതല്ല. എന്താണ്? നമ്മളുടെ മാതാപിതാക്കളെ എന്റെ മക്കള് കാണണം. എന്ത്? എന്റെ മാതാപിതാക്കളെ ഞാൻ എങ്ങനെയാണ് കാണുന്നത് എന്ന്. അത് കാണുമ്പോൾ തീർച്ചയായിട്ടും എന്റെ മക്കളും അങ്ങനെ തന്നെയായി മാറുവാൻ സാധ്യമാണ്. നമ്മുടെ മാതാപിതാക്കളെ പ്രാർത്ഥിച്ചിട്ട് ഏത് ഈശ്വരനെയും നമ്മൾ പ്രാർത്ഥിക്കാം. നമുക്കിത് കഴിയുമ്പോൾ രണ്ടു മാത്രം എഴുതാം. ആസ്ഥാപതാപതീയം പ്രസൂതി സമയ ദുർവാരശൂലവ്യഥ നൈരുച്യം തനിശോഷണം മലമയി ശയ്യാതി സാംവത്സരി ഏകസ്യാവീന ഗർഭഭാര ഭരണക്ലേശസ്യാം വിസ്യാം ക്ഷമോദാതും നിഷ്കൃതി ഉന്നതോപിതനയ തസ്യൈ ജനന്യേ നമഃ. ആ മാതൃപഞ്ചകം എന്ന് പറയുന്ന ശ്രീശങ്കരാചാര്യ എഴുതിയതൊന്ന് വായിച്ചു നോക്കണം. നമുക്ക് നമ്മുടെ അമ്മയെ ഇവിടെ നിന്ന് ഓടി നാട്ടിൽ ചെന്ന് ഓടിച്ച് നമ്മുടെ കാലത്ത് നമസ്കരിക്കാൻ നമുക്ക് അത്രമാത്രം പവിത്രമായിട്ടാണ് അമ്മ മരിച്ചു കിടക്കുന്ന സമയത്ത് അമ്മയുടെ അടുക്കൽ ചെന്ന് ശങ്കരാചാര്യൻ തൊടുകൈകളോടുകൂടി പ്രാർത്ഥിച്ചതാണ് മാതൃപഞ്ചകം. ഏകശ്ലോക മാതൃസ്തുതിയാണ് ഈ പറഞ്ഞത്. ഈ മാതൃപഞ്ചകത്തിലെ ആദ്യത്തെ ശ്ലോകമാണ് ഞാൻ ഈ പറഞ്ഞത്. അതിന്റെ അർത്ഥവും വ്യാപ്തിയും എല്ലാം നമ്മളും നമ്മുടെ കുഞ്ഞുങ്ങളും അറിയിക്കും. നമ്മുടെ മാതാപിതാക്കൾ കഴിഞ്ഞ് ഗുരുക്കന്മാർ കഴിഞ്ഞേ ഉള്ളൂ. ഹരേരാമയാണേലും ഗണപതിയാണേലും സരസ്വതി ആണേലും എല്ലാവരും കഴിഞ്ഞു. അപ്പൊ അതെല്ലാവരെയും നന്നായിട്ട് പ്രാർത്ഥിച്ച് മാതാപിതാക്കളെയും എല്ലാം പ്രാർത്ഥിച്ച് വേണം നമ്മളുടെ ഒരു ദിവസം തുടങ്ങാൻ. അങ്ങനെ വൃന്ദാവനത്തിന്റെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഗോവർദ്ധന പർവ്വതത്തിന് ഔഷധത്തിന്റെ വീര്യമുണ്ടാക്കുന്ന വൃക്ഷങ്ങളെയും ഔഷധങ്ങളെയും എല്ലാം ഭഗവാൻ എന്ത് ചെയ്തു? ആ വൈകുണ്ഠത്തിൽ നിന്ന് കൊണ്ടുവന്നു എന്നാണ്. അതെല്ലാം ആ വൈകുണ്ഠത്തിൽ നിന്ന് കൊണ്ടുവന്ന് എല്ലാം വൃന്ദാവനം എല്ലാം തയ്യാറാക്കി കഴിഞ്ഞപ്പോൾ അവിടെ എന്തുണ്ടായി? ദൈവീകമായിരിക്കുന്ന സാന്നിധ്യം അനുഗ്രഹമായി മാറി. എന്നിട്ട് അവിടേക്ക് എന്ത് ചെയ്തു? അവിടേക്ക് എല്ലാവരും കൂടി വരികയാണ്. ആ വൃന്ദാവനത്തിന്റെ പ്രത്യേകതകളും അതുതന്നെയാണ്. അവിടേക്ക് എല്ലാവരും വന്ന് ആ വൃന്ദാവനത്തിന്റെ ഓരോ ഉന്നതമായ സ്ഥലങ്ങളില് അവരെല്ലാവരും താമസം തുടങ്ങി. എന്നിട്ട് എന്ത് ചെയ്തു? ഓരോരുത്തരും സനന്ദന്റെ വാക്കുകൾ കേട്ടിട്ട് എല്ലാവരും മനസ്വിനിയായിരിക്കുന്ന നന്ദര്
ഗോപഗണങ്ങളോടും വളരെ പ്രസന്നനാകുകയും വൃന്ദാവനത്തിൽ പോകാൻ തയ്യാറെടുക്കുകയും ചെയ്തു. എന്നിട്ടോ യശോദയെയും രോഹിണിയെയും എന്നിവരോടൊപ്പം കൂട്ടി ഗോപാങ്കനമാരോടൊപ്പം കുതിരകളെയും രഥങ്ങളെയും വീരപുരുഷന്മാരെയും വിപ്രസമുദായത്തെയും ചേർത്ത് 2 പുത്രന്മാരായിരിക്കുന്ന കൃഷ്ണനെയും ബലഭദ്രസ്വാമിയെയും കൊണ്ട് എല്ലാവരും കൂടി തേരിലേറി വൃന്ദാവനത്തിലേക്ക് യാത്ര തിരിച്ചു. യാത്ര നിന്നിട്ടോ അദ്ദേഹത്തോടൊപ്പം പശുക്കളുടെ വൃന്ദവും ഉണ്ടായിരുന്ന കുട്ടികളും വൃദ്ധന്മാരും സേവകന്മാരും അനേകം വണ്ടികളിലായി യാത്ര തിരിച്ചു. എന്നിട്ടോ യാത്രാ സമയത്ത് ശംഖം വിളിക്കുകയും ധ്വനികൾ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. അനേകം ഗായകർ നന്ദരാജന് യശോദാനത്തെ പാടി ആനന്ദകരമായിരിക്കുന്ന അനുഭൂതികളോടുകൂടി വൃന്ദാവനത്തിലേക്ക് ചെന്നു. ആ വൃന്ദാവനത്തിൻ്റെതായിരിക്കുന്ന ഗുണത്തെയും ആ വൃന്ദാവനത്തിൻ്റെതായിരിക്കുന്ന ബലത്തെയും ഒക്കെ അവരവിടെ കൊണ്ടുവന്ന് വൃന്ദാവനത്തിന്റെ ഓരോരോ ഭാഗങ്ങളിലായിട്ട് അവർ താമസം ആരംഭിച്ചു. അങ്ങനെ അവരെല്ലാവരും താമസം ആരംഭിച്ചു കഴിഞ്ഞതിന് ശേഷം ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്രത്യേകതകൾ എന്ന് പറയുന്നത്, പുതിയൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ എപ്പോഴും നമുക്കുണ്ടാകുന്ന ചില സംശയങ്ങൾ എപ്പോഴും നമ്മളെ ബാധിക്കും, ഇല്ലേ? അതുമായി നമുക്കൊരു മാനസികമായിട്ടൊരു ബന്ധമുണ്ടാകാൻ താമസങ്ങളുണ്ടാകും. അപ്പൊ അങ്ങനെ ഒരു മാനസികമായിരിക്കുന്ന ബന്ധങ്ങൾ ഉണ്ടാകാനുള്ള താമസം വന്നപ്പോ എന്ത് ചെയ്തു? ഭഗവാൻ അവിടേക്ക് ആ സ്ഥലത്തിന്റെ പവിത്രതയെ സമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് തയ്യാറായി. എന്നിട്ട് എന്ത് ചെയ്തു? ആദ്യം പശുക്കളെയും കൊണ്ട് പോയി. ആ പശുക്കളെയും കൊണ്ട് പശുക്കളെയും കൃഷ്ണനും ബലരാമനും കൂടിയിട്ട് എന്ത് ചെയ്തു? ആ വൃന്ദാവനത്തിന്റെ ഓരോ ഭാഗങ്ങളായിട്ട് പോയി. ആ കൂട്ടുകാരെയൊക്കെ വിളിച്ചുകൊണ്ട് പോയി. ഓരോരോ പർവ്വത നിലകളിൽ കൂടി ആ പശുക്കളെയും കൊണ്ട് അങ്ങോട്ട് പോയി. നല്ല നല്ല ഔഷധ ഗുണങ്ങളുള്ള ആ സസ്യങ്ങളെയെല്ലാം പശുക്കൾ കഴിച്ചു. അങ്ങനെ പശുക്കളെല്ലാം ആ ഗുണങ്ങളുള്ള അതെല്ലാം നന്നായി കഴിച്ച് സന്തോഷത്തോടു കൂടിയിട്ട് അവർ നിന്നു. ആ സമയത്തായിട്ട് അപ്പൊ അങ്ങനെ ആനന്ദകരമായിരിക്കുന്ന അവസ്ഥയോട് കൂടിയിട്ട് എല്ലാ ഐശ്വര്യത്തോടും കൂടിയിട്ട് അവർ ആ വൃന്ദാവനത്തിൽ ഉണ്ടായി. എന്നിട്ട് എന്ത് ചെയ്തു? ആ വൃന്ദാവനത്തിലേക്ക് കുറെ കൊട്ടാരങ്ങൾ സദൃശ്യമായിരിക്കുന്ന കെട്ടിടങ്ങൾ അവർ തയ്യാറാക്കി. താമസത്തിനായിട്ട് വീടുകളൊക്കെ ഉണ്ടാക്കി. ആ വീടുകളിൽ നിന്നും ഒരുപാട് ആനന്ദവും സന്തോഷത്തോടെ മനസ്സിലുണ്ടാക്കുന്ന വിധത്തിലുള്ള വാക്കുകളും ചിന്തകളും പ്രവർത്തികളും അവിടെ ഉണ്ടാക്കി തുടങ്ങി. എല്ലാം പഴയതുപോലെ സന്തോഷകരമായിരിക്കുന്ന ഒരു ജീവിതാവസ്ഥയും അവര് ആരംഭിച്ചു എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് കുറച്ചുപേരെ കൊല്ലുന്ന സംഭവമാണ്. അത് നമുക്ക് ഉച്ച കഴിഞ്ഞിട്ട് പറയാം. ഉച്ച കഴിഞ്ഞിട്ടാകുമ്പോൾ കുറെ പേരെ കൊല്ലാം. ഇപ്പൊ സന്തോഷമായിട്ട് നമുക്ക് നിർത്താം. നിർത്തിയിട്ട് ഇപ്പൊ കൊന്നിട്ട് നിർത്തുന്നതിനേക്കാളും നല്ലത് ഇപ്പൊ വിട്ടുകൊടുത്തിട്ട് പിന്നെ കൊല്ലുന്നതായി. നമ്മൾ ഇന്നലെ നോട്ടീസിൽ പറഞ്ഞിരുന്ന ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞു. ആരും അത് ചോദിച്ചില്ല. എന്താന്ന് പറയാം? എന്തായിരുന്നു പറയാം? ലളിതാ സഹസ്രം. ഇന്ന് നമുക്കൊരു 5-6 മണിയാകുമ്പോൾ നമുക്ക് ലളിതാ സഹസ്രം ചെയ്യും. ഇടയ്ക്ക് നമുക്ക് ലളിതാ സഹസ്രം ഒരു 6 മണിയാകുമ്പോൾ നമുക്ക് അങ്ങ് ജീവിക്കാം. അല്ലെങ്കിൽ പിന്നെ അത് നടക്കത്തില്ല. ലാസ്റ്റിലേക്ക് മാറ്റി വെച്ചാൽ നടക്കത്തില്ല. അപ്പൊ നമുക്ക് അതൊരു കുറവായിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇന്ന് വൈകിട്ട് അപ്പൊ എന്താ വേണം? ഒരു 6 മണിയാകുമ്പോൾ ഞാൻ മറന്നുപോയാലും പ്രായമാകുമ്പോൾ നമ്മളൊക്കെ മറന്നുപോകും. നിങ്ങളെ കൊച്ചുള്ളവർ വേണം പോകാൻ വേണ്ടി. ഇന്ന് വരുമോ? ആണോ? തുളസി കൂടിയൊക്കെ തുളസി ഉണ്ടാക്കാൻ പോയി. തുളസി എഴുതാം. എത്ര പേരുണ്ട് അത്രയും പേർക്ക് ഒരു തുളസി. അപ്പൊ ഉണ്ടെങ്കിൽ കുഴിച്ച് നമുക്ക് ആ തുളസി കൊടുക്കാറില്ല. അത് നമ്മൾ എനിക്ക് ആ നോട്ടീസിനകത്ത് അത് എഴുതിയിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് എന്തായാലും വേണ്ടി നമുക്ക് ലളിതാസഹസ്രം ജീവിക്കണം.